ശുദ്ധ മനസ്സ് അശുദ്ധ മനസ്സ് എന്ന് രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ എന്തിനാ 20,000 വായിക്കുന്നത് നിങ്ങൾ? 18,000 ശ്ലോകം ഭാഗവതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ? 24,000 രാമായണത്തിൽ ഉണ്ടെങ്കിൽ എന്താ? 1,25,000 മഹാഭാരതത്തിൽ ഉണ്ടെങ്കിൽ എന്താ? ഇവിടെ പറയുന്നു, പദാപി യുവതീം ഭിക്ഷു ന സ്പൃശേദ് ധാരവീമഭി സ്പൃശൻ കരീവ ബധ്യേത കരിണ്യ അംഗസംഗത. ഇങ്ങനെ ആനയാണ് നമ്മുടെ ഉദാഹരണം. ആ ആനയുടെ ഉദാഹരണം വെച്ചുകൊണ്ട് സ്വാമിജി എന്തിനാ ഈ അമ്പലത്തിലേക്കൊക്കെ കടന്ന് എഴുന്നള്ളിപ്പിനെയൊക്കെ പറ്റി സംസാരിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയില്ല. ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറുപടി പറയാനുള്ളത്, ഞാൻ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളെയും പരിഗണിച്ച് കൂലങ്കഷമായി വിലയിരുത്തി അതിലുള്ള നല്ലതും ചീത്തയും കൊള്ളാവുന്നതും തള്ളാവുന്നതുമായ കാര്യങ്ങളെ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എൻ്റെ മുൻപിൽ വലിയ ഒരു മാധ്യമമാണ്. ആ മാധ്യമത്തെ എൻ്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഭൂമാനന്ദ സ്വാമിജിയുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ബുദ്ധിയിൽ അന്തരാത്മ പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി എന്തെല്ലാം പറയാൻ തോന്നിക്കുന്നുവോ അത് അദ്ദേഹം പറയുന്നു. വാസ്തവത്തിൽ ഈ പറയുന്നതിലും സംസാരിക്കുന്നതിലും ഭൂമാനന്ദ സ്വാമിജി ഒരളവ് വരെ നിസ്സഹായനാണ്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെപ്പോലെ ഞാൻ കേൾക്കണു എന്നല്ലാതെ ഈ സംസാരിക്കുന്നത് മുഴുവൻ ഉള്ളിൽ ഓരോ വാക്കായിട്ട് ഇച്ഛാപൂർവം ഞാൻ രൂപപ്പെടുത്തുന്നതല്ല. ഇത് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ ആനയെപ്പറ്റി ഇതൊന്നും പറയാൻ ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ അല്ല, ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പറയാൻ പുറപ്പെട്ടപ്പോൾ വന്നത് ഇതാണ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇനി അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഭൂമാനന്ദ സ്വാമിജി തന്നെ ആലോചിക്കുമ്പോൾ തോന്നുന്നു ഒരു തെറ്റുമില്ല. വളരെ പ്രയോഗപരമാണത്, പ്രസക്തമാണ്. പവിത്രമായിരിക്കുന്ന ദേവസന്നിധിയിൽ ബാക്കി എല്ലാ സ്ഥലത്തും അപവിത്രമോ മര്യാദക്കേടോ ആയിട്ടുള്ളത് എന്തെല്ലാം ഉണ്ടോ അതൊന്നും ഇവിടെ വാഴരുത്. നമ്മുടെ മതൽക്കെട്ടിൻ്റെ ഉള്ളിൽ സുഗന്ധം, അവിടെ കർപ്പൂരം, അവിടെ ചന്ദനം, അവിടെ പുഷ്പങ്ങൾ, ഈശ്വരനാമങ്ങൾ, അവിടെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളല്ല വാഴ്ത്തേണ്ടതും വാഴേണ്ടതും. അവിടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ പ്രകൃതം തന്നെ മാറണം. അതിന് എന്തെല്ലാം വേണം? അവിടെ ക്രൂരത അരങ്ങേറരുത്, നിർദ്ദയത്വം അരങ്ങേറരുത്, മറിച്ചാണ് നമുക്ക് അവിടെ ഉണ്ടാവേണ്ടത്. അപ്പം ഇതൊക്കെ ഒന്ന് പുനഃപരിശോധനയ്ക്ക് വിധേയമാണ്. നല്ല പോലെ ചിന്തിച്ചോളൂ എല്ലാവരും. പദാപി യുവതീം ഭിക്ഷു ന സ്പൃശേദ് ആരവീമപി സ്പൃശൻ കരീവ ബധ്യേത കരിണ്യ അംഗസംഗത. ആനയിൽ നിന്ന് ഭിക്ഷു പഠിച്ച പാഠം എന്താ? പദാപി യുവതീം ഭിക്ഷുർ ന സ്പൃശേദ് ആരവീമപി. മരം കൊണ്ട് ഒരു പ്രതിമാരൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീയെപ്പോലും കാലുകൊണ്ടുപോലും തൊടരുതെന്നാ പറയണത്. എവിടെ പോയി കാര്യങ്ങൾ? എന്താണ്? ധാരവീമപി. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീ ശരീരം, അതിനെ കൈയല്ല കാലുകൊണ്ടുപോലും തൊട്ടുപോരുതെന്ന്. മനസ്സൊക്കെ എവിടെയാ? കാലോ അടിയിലാ. കാലുകൊണ്ടുപോലും തൊട്ടാൽ അത് മനസ്സിനെ കിടന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചോളൂ എന്ന് ഒരു ശാസ്ത്രം പറയുന്ന സമയത്ത് അങ്ങേയറ്റം പറയുന്നത് എന്തിനാ? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ല, കുറേയൊക്കെ കാലുകൊണ്ടും കൈകൊണ്ടും തൊടാം, അവിടുന്ന് അങ്ങോട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ആ കാലുകൊണ്ട് തൊട്ടാലും കൂടി അപകടം വരാം എന്ന് പറയുന്നതാണ്. പദാപി യുവതീം ഭിക്ഷു ന സ്പൃശേദ് ആരവീമപി സ്പൃശൻ കരീവ ബധ്യേത. തൊട്ട എന്തുണ്ടാവും? കരീവ ബധ്യേത. കൊമ്പനാന കുടുങ്ങുന്നത് പോലെ നിങ്ങൾ ബന്ധിതരാവും, കുടുങ്ങും. കേൾക്കുന്നുണ്ടോ പറയുന്നത്? കൊമ്പനാന. ആന എന്താ? കൊമ്പനാന. അവൻ്റെ അടുത്ത് ആരെങ്കിലും പോവാൻ കൂട്ടാക്കുവോ? കൂട്ടാക്കില്ല. കൊമ്പന. അടുത്ത് ആർക്കും പോവാൻ പറ്റില്ല. മനുഷ്യൻ എങ്ങനെയാ പോകുന്നത്? എവിടെയെങ്കിലും പിടിച്ച് കെട്ടിയിട്ട് കുത്തി ചതച്ച് പേടിപ്പിച്ച് ആ ഒന്നാം പാപ്പാനെ പേടി കൊണ്ട് മാത്രം ഇരിക്കുക. അപ്പോൾ ഉള്ളിൽ ആനയുടെ വിചാരം എന്താ? ഇവനെ എപ്പോഴാ എനിക്ക് തട്ടാൻ പറ്റുകയെന്നാ. ഒരു സ്നേഹമല്ല അവിടെ, ഒരു സ്നേഹവായ്പല്ല നടക്കുന്നത്. ആനയെ സ്നേഹിച്ചാൽ മതി. അതിന് ഏറ്റവും വലിയ ഇഷ്ടം ഉപ്പുമാങ്ങിയ. അതിന് വേണ്ട നല്ല ഭക്ഷണം കൊടുത്ത് സ്നേഹിച്ചാൽ ആന എന്തും ചെയ്യും. എൻ്റെ അച്ഛനൊരു കഥ പറയുണ്ടായി. എന്താ? കുട്ടപ്പൻ എന്ന് പറഞ്ഞ് ചേന്നമംഗലത്തിലെ ആനകളുണ്ടായിരുന്നു. അന്ന് പ്രസിദ്ധനായിരിക്കുന്ന ആന ഗംഗാധരൻ, കുട്ടികൃഷ്ണൻ, ശേഖരൻ എന്ന് 3 ആനകളാണ്. അതിൽ ഗംഗാധരനായിരുന്നു കൊച്ചിൻ സ്റ്റേറ്റിലെ ഏറ്റവും പൊക്കം കൂടിയത്. അതിൽ ശേഖരനാണ് കുറച്ച് കുഴപ്പം. കുട്ടികൃഷ്ണൻ നല്ല പ്രകൃതക്കാരനാണ്. ശേഖരൻ ചിലരെയൊക്കെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ കുട്ടപ്പൻ എന്ന് പറയുന്ന ആള് ഒന്നാം പാപ്പാനാ എന്തോ ചേന്നമംഗലത്തിലെ ഉടമസ്ഥന്മാരും യജമാനന്മാരുമായി ഒരു തെറ്റിപ്പണിങ്ങി അദ്ദേഹം കുറച്ചു കാലത്തേക്ക് പോയപ്പോൾ ഈ ആനയെ മെരുക്കാൻ പറ്റണില്ല. അവസാനം വിളിച്ചു കൊണ്ടുവന്നപ്പോൾ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല എന്ന് കണ്ട് കുട്ടപ്പൻ ഒരു ദിവസം പഴയ സാമീപ്യം വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ആന കൂട്ടാക്കിയില്ല. അത്ര സ്വതവേ അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ആനയെങ്ങാനും അവിടെ കൊണ്ടുപോയി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പെട്ടെന്ന് ക്ഷോഭിച്ച് ഓടി അങ്ങോട്ട് പോകുമ്പോൾ ഈ ഒന്നാം പാപ്പാൻ അവിടെ പെലയൊക്കെ ആയിരിക്കുമ്പോൾ ചെന്ന് ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് കൈകൊണ്ട് അങ്ങോട്ട് തടുത്ത ആന അവിടെ നിൽക്കും. അത്രേ
അത്ര അനുസരണവും അടുപ്പമാണ് അവർ തമ്മിൽ. അന്ന് മാത്രം കൂട്ടാക്കിയില്ല. അപ്പം എൻ്റെ പൂർവാശ്രമത്തിലെ അച്ഛൻ ചോദിച്ചു അത്രേ, അതെ എന്ത് പറ്റി കുട്ടപ്പ? അതിന് മനസ്സിലായില്ല എന്നാ തോന്നണത്. അവർക്ക് കണ്ണല്ല, വാസനയാണ് കൂടുതൽ. എന്താ ചെയ്യാൻ പോണേ? എന്തെങ്കിലും ചെയ്യാം. അത് കാരണം എന്ത് ചെയ്തു? പിറ്റേ ദിവസം ആനയെ കെട്ടിയിട്ടിട്ടുണ്ട്, തിന്നാനും കൊടുത്തിട്ടുണ്ട്. ആ തിന്നാൻ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് കുറച്ച് ദൂരത്ത് അതിന് നടന്നു പോയി തുമ്പിക്കൈ കൊണ്ട് തൊടാവുന്ന ദൂരത്തിൽ ഒരു തിണ്ണയുണ്ട്, തിണ്ണ. അപ്പോൾ ഊണൊക്കെ കഴിച്ച് അവിടെ ചെന്ന് ഒരു 9 മണിക്ക് കിടന്നു അത്രേ ഈ ആനക്കാരൻ. കണ്ണടച്ച് അവിടെ കിടന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ആന വന്നു. പതുക്കെ വന്നിട്ട് തുമ്പിക്കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് മൂക്കിൻ്റെ അവിടെ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ശ്വാസവും എല്ലാം കൂടി വന്നു. ഉടനെ ഞെട്ടിയിട്ട് ആന പിന്നാക്കാൻ പോയി അത്രേ. പിറ്റേ ദിവസം പതിവ് പോലെ ഒരു കുഴപ്പമില്ലാതെ കുട്ടപ്പൻ ആനയെ മേച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു അത്ര, എന്താ പറ്റിയതെന്ന്? ഒന്നുമില്ല, ഞാൻ രാത്രി ഊടൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നിട്ടാണ് കിടന്നപ്പോൾ ആന വന്ന് തൊട്ടു നോക്കി മൂക്കിൻ്റെ അടുത്ത് വന്നപ്പോൾ ടപ്പൊന്ന് തുമ്പിക്കയ്യാ പിൻവലിച്ച് അവൻ യഥാസ്ഥാനത്ത് പോയി നിന്നു. ഞാനങ്ങനെ എണീറ്റ് അവനെ 4 തട്ട് കൊടുത്ത് തലോടി നല്ല വാക്ക് പറഞ്ഞിട്ട് പോന്നു. ഞാനിത് എന്തിനാ പറഞ്ഞത്? ആനയെ സ്നേഹം കൊണ്ട് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഈ കാരയുടെ കോലും കത്തിയും കഠാരിയും കുന്തവും തോട്ടിയൊക്കെ വേണമെന്നില്ല. ചില ആന പൊട്ട സ്വഭാവക്കാരും ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം ഇതിലെല്ലാം എന്താണത്. ഇവിടെ ആ പാഠം പഠിപ്പിച്ചിരിക്കുന്നത് നോക്കൂ. സ്പൃശൻ കരീവബദ്ധ്യേത കരിണ്യ അംഗസംഗത. ആനയിൽ നിന്ന് അവധൂതൻ പഠിച്ചത് എന്താ? ഒരു സ്ത്രീ ശരീരത്തെ പ്രതിമയായിട്ടുണ്ടാക്കിയതായാലും കാലുകൊണ്ട് പോലും തൊടരുത്. എങ്ങാനും തൊട്ടു എന്നുണ്ടെങ്കിൽ കരീവബദ്ധ്യേത, ഒരു കൊമ്പനാനയെ ബന്ധിക്കുന്നത് പോലെ ബന്ധനം നമുക്ക് വരും. അത് നമ്മളെ ബന്ധിക്കും. കരിണ്യ പെണ്ണാന കൊണ്ട്, പെണ്ണാനയാൽ, അംഗസംഗത അംഗസ്പർശം കൊണ്ട്. എന്താ അതിന് അർത്ഥം എന്നറിയോ നിങ്ങൾക്ക്? നമ്മുടെ ഇടയിൽ ആനയെ പിടിക്കാൻ പല മാർഗങ്ങളാണ്. അതിൽ ആദ്യകാലമേ മുതൽക്കുള്ള മാർഗം എന്താ? ആന കാട്ടിലാണ് താമസിക്കുന്നത്, അതൊരു കാട്ടുജന്തുവാണ്. അപ്പം കാട്ടിലൊരു സർട്ടൺ ഹൈറ്റിലാണ് ഈ ആന താമസിക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 2500-3000 അടി ഉയരത്തിലാണെന്നാണ് തോന്നുന്നത്. ആ കാലാവസ്ഥയെ അവർക്ക് പറ്റുള്ളൂ. അതാണ് ഈ നാട്ടിൽ വന്നിട്ടുള്ള ചൂടിൽ അവർ വാടിപ്പോകുന്നത്. അവർ താമസിക്കേണ്ടത് കുറേ തണുപ്പുള്ള സ്ഥലത്താണ്. എനിക്ക് തോന്നുന്നത് 3000 സ്ക്വയർ ഫീറ്റാണ് അവർക്ക് പറ്റിയിട്ടുള്ള സ്ഥലം. അവിടെ ചെന്ന് താമസിക്കും. അപ്പോൾ ആ സ്ഥലത്ത് ചെന്നിട്ട് ഒരു വല്ലാത്തൊരു കുഴി ഉണ്ടാക്കും. 8 അടി 6 അടി താഴ്ച, അല്ലെങ്കിൽ 10 അടി ആയിക്കോട്ടെ. ആ കുഴി ഒരു ആന വിഴാൻ പറ്റിയ തരത്തിലുള്ള കുഴിയാണ്. എന്നിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് മുളയും കാര്യങ്ങളൊക്കെ വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടുക മാത്രമല്ല പലതരത്തിലുള്ള ചെടികളും വാഴകളും ഒക്കെ വയ്ക്കും. എന്താ കാരണം? അത് ശരിയായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണെന്ന് തോന്നണം. ഭൂമിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടതല്ല. 4 ഭാഗത്തുമുള്ള പരിസരം എങ്ങനെയോ അതുപോലെ. അങ്ങനെ തോന്നിയിട്ട് അവിടെ അങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി അവിടെ നിർത്തും. എന്നിട്ട് എന്തു ചെയ്യും? ഒരു പിടിയാനയെ ഏതാണ്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ കൊമ്പൻ രാത്രി വരും. സ്വതവേ ഈ ആനകൾ എങ്ങനെയാണെന്നറിയോ? അവർക്കറിയാം അങ്ങനെ കുഴിയിൽ വീണ ചരിത്രമൊക്കെ. അപ്പോൾ വലിയൊരു കൊമ്പെടുത്ത് തുമ്പിക്കൈയിൽ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ കുത്തി നോക്കിയിട്ടാണ് അവർ പോവുക. പക്ഷേ ഇവിടെ ഇങ്ങനെ കുത്തി വരുമ്പോൾ കണ്ടതെന്താ? ഒരു പിടിയാനയാണ്. പിടിയാനയെ കണ്ടപ്പോൾ വല്ലാതെ മോഹിച്ചു പോയി, വടി വലിച്ചങ്ങോട്ട് എറിഞ്ഞു. അതിന് പിടിയാനയുടെ അടുത്ത് പോകണമെന്നാണ് വിചാരം. ഇനി കുത്തിയാലും പിടിയാന നിൽക്കുന്നിടത്ത് ഒരു കുഴപ്പമില്ല, അങ്ങനെ പോയി തണ്ട് നീക്കി മാറ്റിയിട്ട് ആ പിടിയാനയെ സ്പർശിക്കാനാണ് ഏറ്റവും വലിയ സന്തോഷം. അംഗസംഗത, ആനയ്ക്ക് സ്പർശം മാത്രമേ. ഓരോരുത്തർക്കും ഓരോന്നാണ്. അതിൽ ആനയെ സംബന്ധിച്ചിടത്തോളം സ്പർശം, വണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാസനയാണ്, മത്സ്യത്തിനെ സംബന്ധിച്ച് വേറെ ഒരെണ്ണം. അങ്ങനെ പല ജന്തുക്കളും ഉണ്ട്. മനുഷ്യനിൽ 5 എണ്ണം ഉണ്ട്. അതാണ് മനുഷ്യനുള്ള കുഴപ്പം. അങ്ങനെ അവിടെ ചെന്നു സ്പർശിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിടിയാനെ ഇതിന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എല്ലാവരും ഇനി ഒരാളെ കുഴിയിൽ ചാടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ പിടിയാനെ എന്തു ചെയ്യും? അതിനെ ഞങ്ങളുടെ സൂത്രത്തിലൊന്ന് മയക്കി ഇങ്ങനെ ചാട്ടിക്കീട്ടി കൊണ്ടുവന്ന് പിടിച്ച് അങ്ങനെ അത് പൊസിഷനൊക്കെ ഒന്ന് എടുത്ത്, ഇപ്പോൾ അവിടെയാണ് കുഴിയെന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോയി ഇത് സുരക്ഷിതമായി ഇവിടെ നിന്ന് ഈ ആനയെ അങ്ങനെ ടപ്പ് അതിലേക്ക് അങ്ങോട്ട് വീഴ്ത്തിക്കും. ഇതാണ് ഈ കൊമ്പനാനയ്ക്ക് വരുന്ന തകരാറ്. അതാ അവിടെ പറയുന്നത്. സ്പൃശൻ കരീവബദ്ധ്യേത കരിണ്യ അംഗസംഗത. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിടിയാനയ്ക്കും പറ്റില്ല, കൊമ്പനാനയ്ക്കും പറ്റില്ല. പിന്നെയുള്ളവർ വന്ന് ആ ആനയെ 4 ഭാഗത്തുനിന്നുമുള്ള തിണ്ടുകൾ ഇടിച്ച് അങ്ങോട്ട് ഇറക്കും. അത് എത്രത്തോളം മണ്ണിൽ ഉള്ളിൽ ചെന്നോ ആ ആന മേപ്പെട്ട് കയറി വരും. കയറി വന്ന് അതിന് കാലെടുത്ത് വെച്ച് കയറാൻ പറ്റാത്ത ഒരു നിലയായി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പിന്നെ ഒരു കുന്തം കൊണ്ട് കുത്തി മെരുക്കി പിടിച്ച് അതിന് കയറ് കഴുത്തിലിട്ട് മറ്റുള്ള ആനകളെ കൊണ്ടുപോയി ആനത്തൊഴുത്തിൽ കൊണ്ടുപോയി ആക്കും. ആനയാലയിൽ അവിടെ നിന്നിട്ടാണ് പിന്നത്തെ ഭേദ്യം ചെയ്യൽ മുഴുവനും.
അത് കഴിഞ്ഞ് ഒരാളെ അനുസരിക്കുക എന്നുള്ള ഒരു നില വരുന്നത് വരെ ഇടിയും കുത്തും വേദനിക്കൽ തന്നെയാണ്. നിങ്ങളിതൊക്കെ കേൾക്കണുണ്ടോ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണത്? ഈ ക്രൂരത മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഇല്ലാതെയാവുന്നില്ല, ഈശ്വരനൊട്ടും ഇല്ലാതെയാക്കാൻ പോണുമില്ല, നിങ്ങൾക്കും പറ്റില്ല. പക്ഷേ സംഭവം നമുക്ക് അറിയണമല്ലോ ക്രൂരതയാണെന്ന്. ആ ക്രൂരത നിങ്ങൾക്കും വേണോ എന്നാൽ ഉൾക്കൊള്ളൂ. അല്ല വേണ്ടാന്നാണോ തോന്നണത്? നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അതിനെതിരെ ഉപദേശിച്ച് നല്ലപോലെ മനസ്സിലാക്കി സജ്ജമാക്കി തീർക്കുക. സ്പൃശൻ കരീവ ബധ്യേത കരിന്യ അംഗസംഗത. അപ്പൊ സ്പർശസുഖം എന്ന് പറയുന്നത് ആന വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ആ സ്പർശസുഖത്തിന് വിധേയമായി, എന്ത് സ്പർശസുഖം? ആന വേറെ പലതും തൊടുന്നുണ്ടല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. ഈ പിടിയാനയെ തൊട്ടാലാണ് ഈ കുഴപ്പം. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. മരം കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമാരൂപത്തിലുള്ള സ്ത്രീയെപ്പോലും കാലുകൊണ്ടുകൂടി തൊടുന്നത്. ഇതാണ് ഇവിടെ സന്ദേശം. നാധിഗച്ഛേത് സ്ത്രിയം പ്രാജ്ഞ കർഹിചിത് മൃത്യുമാത്മനഃ ബലാധികൈഃ സഹന്യേത ഗജൈഃ അന്യൈർഗജോ യഥാ. ആനയിൽ നിന്ന് പഠിച്ച വേറെ ഒരു പാട്ടുണ്ട്. എന്താ അത്? നാധിഗച്ഛേത് സ്ത്രിയം പ്രാജ്ഞ. അറിവുള്ളവൻ. എനിക്ക് നല്ല അറിവുണ്ട്, നല്ല കുടുംബത്തിൽ ജനിച്ചവനാണ്, എനിക്കൊരു കുഴപ്പവും വരില്ല, ഞാൻ ആഭിജാത്യമുള്ളവനാണ്, ഞാൻ സ്ത്രീലമ്പടനല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളായിക്കോട്ടെ. നാധിഗച്ഛേത് സ്ത്രീയം കർഹിചിത് മൃത്യുമാത്മനഃ. സ്ത്രീയെ അടുത്ത് പോണ്ടാന്ന്. എന്താ പോണ്ടാന്ന് പറഞ്ഞാൽ അർത്ഥം? കർഹിചിത് മൃത്യും ആത്മനഃ. തന്നെ കൊല്ലിക്കുക, തൻ്റെ മരണമാണ് വാസ്തവത്തിൽ സ്ത്രീ സ്വരൂപം എന്ന് പറഞ്ഞാൽ. ഒരു പുരുഷനെ കൊമ്പ് കുത്തിക്കുന്നത് ഒരു സ്ത്രീ മാത്രമാണ്. അതുമാതിരി ഒരു സ്ത്രീയെ മുട്ടുകുത്തിക്കുന്നത് ഒരു പുരുഷൻ മാത്രമാണ്, വേറെ ആരുമില്ല. ലോകത്തിലെ എല്ലാറ്റിനെയും ജയിക്കാം. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നാധിഗച്ഛേത് സ്ത്രിയം പ്രാജ്ഞ കർഹിചിൻ മൃത്യുമാത്മനഃ ബലാധികൈഃ സഹന്യേത ഗജൈഃ അന്യൈർഗജോ യഥാ. അങ്ങനെ വന്നാൽ എന്തുവരും? ഒരു പിടിയാനയെ സ്നേഹം തോന്നിയാൽ ആ പിടിയാനയെ സമീപിക്കാൻ പുറപ്പെടുമ്പോൾ പല കൊമ്പനാനകളും ആ പിടിയാനയെ സ്നേഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കൊമ്പൻ അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവർ സമ്മതിക്കില്ല. ഇത് നിങ്ങൾ നാട്ടുപുറത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ പട്ടികളും നായ്ക്കളും കൂടി ഇണകൂടുന്ന കാലമുണ്ടല്ലോ, വൃശ്ചികമാസവും മറ്റുമാണത്. ആ വൃശ്ചികമാസം പറന്നു കഴിഞ്ഞാൽ നായ്ക്കളും പട്ടികളും ഇങ്ങനെ ഓടിച്ചാടി നടക്കുക. അപ്പോൾ ഒരു പട്ടിയുടെ പിന്നാലെ 2 or 3 നായി ഉണ്ടാവും. ആ 2 or 3 നായി പോകുമ്പോൾ പെൺപട്ടി ഇങ്ങനെ ഓടി നടന്നങ്ങനെ പോവുക. ആ പോകുന്ന സമയത്ത് ഈ 3 എണ്ണത്തിന് നിങ്ങളൊരു 10 മിനിറ്റ് നേരം വാച്ച് ചെയ്യും. അതിൽ ഓരോ നായും മറ്റതിനെ നല്ലോണം കടിക്കും. പാവം ചിലപ്പോൾ കടിച്ചിട്ട് തീരെ വയ്യാതെ ആകുമ്പോൾ ഇവർ പിൻവലിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കടിക്കണതേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവരുടെ പിന്നാലെ പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ കടിക്കും. അങ്ങനെ പരസ്പരം കടിച്ച് ഇതിലിപ്പോൾ പെൺപട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവസാനം ഒന്നിലോ മറ്റുള്ളവർ പിന്മാറി. അല്ല ഇനി പെൺപട്ടിക്ക് പ്രത്യേക സ്നേഹം കാണിക്കാൻ വല്ല വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല, വെറ്ററിനറി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. എന്തായാലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. കുരങ്ങന്മാരുടെ ഇടയിൽ, വാനരന്മാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൈരം വളരെ ശക്തമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? സ്പൃശൻ കരീവ ബധ്യേത കരിന്യ അംഗസംഗതഃ ബലാധികൈഃ സഹന്യേത ഗജൈഃ അന്യൈർഗജോ യഥാ. കൂടുതൽ ബലമുള്ള കൊമ്പന്മാരെ കൊണ്ട് ഈ കൊമ്പനാന ഹന്യേത ഉപദ്രവിക്കും, കൊല്ലൽ വരെ നടക്കും. തുടക്കം വിടുന്ന സ്പർശം, തൊലിയുടെയാണ് സ്പർശം. ആ സ്പർശസുഖം ഉദ്ദേശിച്ച് പോയി തൻ്റെ ജീവൻ പോലും പണയത്തിലാവുന്നു. ഇതാണ് ഞാൻ ആനയിൽ നിന്ന് പഠിച്ചത് എന്നാണ് പറയുന്നത്. ആനയിൽ നിന്ന് പഠിച്ചത് ഇതാണ്. അപ്പം ആനയിൽ നിന്ന് ഇത്തരം പാഠങ്ങൾ നമ്മൾ പഠിക്കണമോ അതോ ആനയെ ദുരുപയോഗപ്പെടുത്തി അവരെ വേദനിപ്പിച്ച് പ്രകൃതിയുടെ ആ വിശേഷ വൈഭവത്തിന് തന്നെ നമ്മളൊരു കളങ്കമായി തീരണമോ എന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. എന്തിനാണ് ഞാനിത് പറയുന്നത്? ശാസ്ത്രവാക്യങ്ങൾക്ക് അത്രത്തോളം സ്വാധീനമാണ് മനുഷ്യ മനസ്സിലും മനുഷ്യബുദ്ധിയിലും. അവരുടെ കയ്യിലുള്ള സ്വാധീനം എന്താ? സത്യം, അത്യുജ്വലമായിരിക്കുന്ന സത്യം. അതെങ്ങനെ കണിശമായി അജയ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ള ആ ഉദ്ബോധനത്തിൻ്റെ മുൻപിൽ നമ്മുടെ സർവ്വ ചാബല്യങ്ങളും സന്ദേഹങ്ങളും കളങ്കങ്ങളും കുറകളുമെല്ലാം പമ്പ കിടക്കാതെ പറ്റില്ല. അതാണ് ശാസ്ത്രത്തിൻ്റെ ശക്തി. സ്വാമിജി, നമ്മുടെ ഭാഗവതമായാലും ഈ സ്ത്രീകളെ ഇത്രയധികം കഠിനമായ ഭാഷയിൽ ചിത്രീകരിക്കുന്നത് ശരിയാണോ? ഇവിടെ സ്ത്രീകളെയാണോ ചിത്രീകരിക്കുന്നത് അതോ പുരുഷന്മാരെയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എന്താ പറയുന്നത്? ഒരു സ്ത്രീയുടെ മരപ്രതിമ പോലും കാലുകൊണ്ട് തൊടരുത്, പുരുഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഇത് ആർക്കുള്ള ഇഞ്ചക്ഷനാ? പുരുഷനോ സ്ത്രീക്കോ? ഇത് വാസ്തവത്തിൽ സ്ത്രീകളും മനസ്സിലാക്കി വെക്കണം.
സ്ത്രീ പുരുഷന്മാർ കലർന്നിരിക്കുന്ന ഈ സമാജത്തിൽ, നമ്മുടെ സമാജത്തിൽ സ്ത്രീകൾ എപ്പോഴും അവരവരുടെ ഭദ്രത നോക്കി കാത്തു രക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. അവരുടെ വേഷത്തിൽ, അവരുടെ ഭൂഷണങ്ങളിൽ അവരിങ്ങനെ അവരുടെ അംഗം പ്രദർശിപ്പിച്ചുകൊണ്ട് പോയി നിൽക്കുന്നത് അപകടകരാണെന്ന്. പിന്നെ ആരുടെ അടുത്ത് പോവാം, എവിടെ പോവാം എന്ന് ആലോചിക്കണം. എന്താണെന്ന് വെച്ചാൽ വലിയൊരു ആക്രമണത്തിന് തയ്യാറായിട്ട് ആ പുരുഷ വിഭാഗം നിൽക്കുന്നത്. ആ ആക്രമണത്തിന് ഇരയാകാതെ നോക്കേണ്ടത് സ്ത്രീകളുടെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ സ്ത്രീയല്ല വിമർശനം പുരുഷനാണെന്നുള്ളത് നിങ്ങൾ അറിയണം ആദ്യമായി. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താ, നിങ്ങൾ ഓരോരുത്തരും വിവാഹം കഴിച്ച സ്ത്രീകളെക്കുറിച്ചാണോ ഇങ്ങനെ കഠിന ഭാഷയിൽ ചിത്രീകരിക്കുന്നത്? അല്ല, നമ്മളൊക്കെ അച്ഛനമ്മമാർക്ക് ജനിച്ചവരാണ്. അതിൽ അമ്മയാണല്ലോ ഗർഭം ധരിച്ച് നമ്മെ പ്രസവിക്കുന്നത്. അപ്പോൾ ചെറുപ്പകാലം മുതൽക്ക് അച്ഛനായിട്ട് നമുക്ക് എത്രത്തോളം സ്പർശമുണ്ടായിട്ടുണ്ടോ അതിനേക്കാളും ഒക്കെ കൂടുതലാണ്. അമ്മിഞ്ഞ കുടിച്ചാണ് നമ്മൾ വളരുന്നത്. അമ്മയുടെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ചെല്ലും. അമ്മ സ്ത്രീയാണ്, അവിടെ ഒന്നും കുഴപ്പമില്ലല്ലോ. അത് കഴിഞ്ഞ് എവിടെയാണ് ഈ കുഴപ്പം വരുന്നത്? താൻ വിവാഹം കഴിച്ച സ്ത്രീ അല്ലാത്ത വേറെ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഈ വർത്തമാനങ്ങൾ പറയണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. താൻ വിവാഹം കഴിച്ച സ്ത്രീയുടെ 10 പടം നിങ്ങൾ കണ്ടോളൂ. എന്താ അതിന് വിരോധം? എന്താ ആ സ്ത്രീ നിങ്ങളുടെ ഭാര്യയാണ്, ധർമ്മപത്നിയാണ്. ആ സ്ത്രീയോടുകൂടി നിങ്ങൾ സഹശയനം നടത്താറുണ്ട്. അപ്പം അതിന് കൂടുതലായിട്ടൊരു ആകർഷണം പിന്നെ വരാറില്ല. വേണ്ടത് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ദാമ്പത്യത്തിലുള്ള ആകർഷണം പോകാതെ ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്റ്റെപ്പിനിയെ മാതിരി നിങ്ങളുടെ മനസ്സ് തിരിയരുത്, അന്ന് നോക്കണം എന്നുള്ളതാണ് അവിടെ പ്രധാനം. അപ്പോൾ വിവാഹം കഴിച്ച സ്ത്രീയെ സംബന്ധിച്ചല്ല ഇവിടെ പറയുന്നത്, അന്യ സ്ത്രീകളെ സംബന്ധിച്ചാണ് പറയുന്നത്. വേറെ ഒരു സ്ത്രീ, ഒരു പരസ്ത്രീ, ആ പരസ്ത്രീയുടെ ഒരു പടം നിങ്ങൾ കൂടുതൽ നോക്കരുതെന്ന്. നിങ്ങളുടെ പെൺമക്കളുടെയോ സഹോദരിമാരുടെയോ ഭാര്യമാരുടെയോ പടം നോക്കണ്ടെന്നല്ല അവിടെ പറയുന്നത്. അത് വളരെ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കണം. വിവാഹം കഴിച്ച സ്ത്രീയോടുകൂടി എമ്മാതിരിയുള്ള സ്നേഹസാമീപ്യം, സ്നേഹസൗഹൃദം, സ്നേഹമസൃണത, സ്നേഹപ്രവൃത്തി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനാണല്ലോ എല്ലാവരും കാണുക ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹം കഴിക്കുന്നത്. ആ കഴിച്ച ദിവസം മുതൽക്ക് ആ പെൺകുട്ടി പുരുഷൻ ആൺകുട്ടിയോട് കൂടി നടന്നാൽ ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. എന്താ, എല്ലാവരും കാണുക കല്യാണം കഴിച്ച് ഇതാ ഈ പെൺകുട്ടി പുരുഷൻ്റെ സംരക്ഷണത്തിലാണ്, അവർ ഒരുമിച്ച് നടക്കും, ഒരുമിച്ച് പോകും, ഒരു മോട്ടോർ സൈക്കിളിൽ പോവും, ഒരു വിരോധമില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ വേറെ ഒരു സ്ത്രീയെ മോട്ടോർ സൈക്കിളിൽ കൊണ്ടുപോകുമ്പോഴാണ് കുഴപ്പം. ഈ സ്ത്രീകളെ പറ്റി പറയുമ്പോൾ മനു ആണെന്ന് തോന്നുന്നു പ്രത്യേകം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണത്? മാത്രാ സ്വസ്രാദുഹിത്രാവ ന വിവിക്താസനോ ഭവേ ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതീ. വലിയ ഒരു ആജ്ഞ അത്. എന്താണത്? മാത്രാ സ്വസ്രാദുഹിത്രാവ, അമ്മയോടുകൂടി, സഹോദരിയോടുകൂടി, മകളോടുകൂടി. മാത്രാ സ്വസ്രാദുഹിത്രാവ, അമ്മയോടോ സഹോദരിയോടോ മകളോടോ കൂടി. ന വിവിക്ത ആസനോ ഭവേത്, ഒരേ ആസനത്തിൽ അടുത്തടുത്തിരിക്കരുത്. 2 ആൾ 2 ചെയറിലിരുന്നോട്ടെ, ഒരു സോഫയിൽ 2 ആളും കൂടിയിരിക്കരുത്. ഈ 2 ആളും കൂടിയിരുന്നാൽ അത് വാസ്തവത്തിൽ ഒരുമിച്ച് ചങ്ങാതിമാരാണെന്നുള്ള നിലയിലാണ് ഈ 2 ആൾ ഒരു സോഫയിൽ ഇരിക്കുന്നത്. ഒരാൾ വേറൊരാളായിട്ട് സാധാരണ പരസ്പരം ഇഷ്ടമില്ലാത്ത 2 ആൾ ഒരേ സോഫയിൽ ഇരിക്കാറില്ല സ്വതവേ. അപ്പം ആ സ്വാതന്ത്ര്യവും സാമീപ്യവും ഉള്ളവരെ ഒരുമിച്ചിരിക്കുള്ളൂ. ഇപ്പം ഇവിടെ പറയണത് എന്താ? നിങ്ങളുടെ മകളായാലും അമ്മയായാലും സഹോദരിയായാലും വേർതിരിക്കപ്പെടാത്തൊരു സാധനത്തിൽ പോയി ഇരിക്കരുത്. എന്താ കാരണം? ബലവാൻ ഇന്ദ്രിയഗ്രാമോ, നമ്മളുടെ ശരീരത്തിൽ 5 ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയ സമൂഹമുണ്ടല്ലോ, ബലവാൻ, വളരെ ശക്തിമത്താണ്, ബലിഷ്ഠമാണ്. വിദ്വാംസമപി കർഷതി, നല്ല വിദ്വാനാണ്, അറിവാളിയാണ്, ആഭിജാത്യമുള്ളവനാണ്, അഭിവന്ദ്യനാണ്, അഭിമാനിയാണ് എന്ന് വിചാരിച്ചാലും ഈ സ്ത്രീകളോട് തോന്നുന്ന ആകർഷണം ഉള്ളിൽ നിന്നാണ് കിടന്ന് കൂടുന്നത്. അത് ഉൾത്തൊരപ്പന, പുറംതൊരപ്പനല്ല. അതിങ്ങനെ വരുമ്പോൾ ഉറക്കം പോലെയാ. ഉറക്കം വന്ന് കണ്ണടയുമ്പോൾ നമുക്ക് കണ്ണിനെ മൂടാതെ ഇരിക്കാൻ പറ്റുമോ? ഉള്ളിൽ നിന്നാണ് ഉറക്കം പിടിക്കുന്നത്. അതേമാതിരി ഈ ലൈംഗികമായിരിക്കുന്ന ആകർഷണം ഉള്ളിൽ നിന്ന് ജനിക്കുന്നതാണ്. അത് ജനിക്കാൻ തുടങ്ങിയത് മുതൽക്ക് അത് നിരസിക്കാൻ ആർക്കുണ്ടായോ ആ ആളുടെ മനസ്സിൽ തോന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വഞ്ചനയും വ്യാമോഹകരത്വവും. ഇത് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. അപ്പോൾ ഇത് സ്ത്രീകളെ ദൂഷ്യം പറയുന്നതല്ല. പുരുഷന് സ്ത്രീ സ്പർശത്താൽ എവിടം വരെ അപകടം സംഭവിക്കാം എന്നുള്ള ഒരു വാണിംഗ് പുരുഷവർഗത്തിന് കൊടുക്കുന്നതാണിത്. അത് കൊടുക്കാഞ്ഞാൽ നമ്മുടെ ശാസ്ത്രമാവില്ല. അപ്പം അന്യ സ്ത്രീകളെക്കുറിച്ചും ഇപ്പോൾ വിവാഹം കഴിച്ചു, വിവാഹിതരായിരുന്നോളൂ, ഒരു കുഴപ്പമില്ല. എത്ര അടുപ്പവും നിങ്ങൾ തമ്മിൽ ഉണ്ടായാൽ കേൾക്കുന്നവരൊക്കെ സന്തോഷിക്കുകയുള്ളൂ. ഞങ്ങൾ തമ്മിൽ കലഹിച്ചു കേട്ടോ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാറൊന്നുമില്ല എന്ന് ദമ്പതികൾ വന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? അത് ഇഷ്ടപ്പെടില്ല.
അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വലിയ സ്നേഹം, ഞാനും. എനിക്കൊരു ഭാര്യയില്ലാതെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല. ഒരു ദിവസം അവരില്ലെങ്കിൽ ഞാൻ മിസ് ചെയ്യും, ഒരു ദിവസം അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനും മിസ് ചെയ്യും. ഇങ്ങനെ രണ്ടുപേരും അങ്ങനെ പറയണം, അതിൽ കുഴപ്പമില്ല. അപ്പം അന്യസ്ത്രീകളെക്കുറിച്ചും അതുകൊണ്ട് വരാവുന്ന തകരാറുകളുമാണ് ഇവിടെ പ്രതിപാദനം എന്നുള്ളത് നല്ല പോലെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്തതിലേക്ക് പോവാ. 14ാമത്തെ ഗുരു മധുഹ ഹരിണോ മീനഹ നദേയം നോപഭോഗ്യം ച ലുബ്ധൈര്യ ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപി തച്ചാന്യോ മധുഹേവാർത്ഥവിന്മധൂ നദേയം നോപഭോഗ്യം ച ലുബ്ധൈര്യത് ദുഃഖസഞ്ചിതം. ഈ ലോകത്തിൽ കുറെ പിശുക്കന്മാരുണ്ട്. അപ്പോൾ അർത്ഥമില്ലാത്തവന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? പണം കയ്യിലുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ വിനിയോഗിക്കാൻ നമുക്കറിയണം. കയ്യിൽ ധാരാളം പണമുണ്ട്, അറ് പിശുക്കനാണ്, മുറിഞ്ഞയിടത്ത് ഉപ്പ് തേക്കില്ല. ഈ മനുഷ്യൻ ഈ പണം പ്രയോജനപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നില്ല എന്ന് ഇവിടെ ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് പറയും. അപ്പൊ പണക്കാരെ, പണമുള്ളവരെ, അത് വലിയ തോതിലില്ലെങ്കിലും കുറച്ച്, നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ധനമുള്ളവരെ, റിസോഴ്സ്ഫുൾ പീപ്പിൾ എന്നാണ് ഞാൻ അവരെ പറ്റി പറയാറുള്ളത്. അങ്ങനെ വിഭവസമൃദ്ധിയോ അല്ലെങ്കിൽ വിഭവങ്ങൾ ഉള്ളവരോ നിങ്ങൾ ആ വിഭവം വിനിയോഗിക്കുന്നതിൽ ലുബ്ധ് മാത്രം പിടിക്കരുത്. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് എന്ത് ചെയ്തു? പണക്കാരന് ഒരു 10 റുപ്യയുടെ നോട്ട് ആരും കാണാതെ ഭണ്ഡാരത്തിലിട്ടു. ആ ആള് വാസ്തവത്തിൽ ഇടുകയാണെങ്കിൽ എത്ര ഇടണമെന്നറിയോ? 10,000 ചുരുങ്ങിയത് ഇടണം. രണ്ടിലും ഉണ്ടല്ലോ 10, മടക്കി അങ്ങോട്ട് ഇട്ടു പോകുന്നു. ഇത് ശരിയാണെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? 6 പിശുക്കൻ. ആ പിശുക്ക് പോലെ അയാളുടെ കാര്യം ഇരിക്കുള്ളൂ. ഇത് എന്താ അങ്ങനെ കൊടുക്കണത്? മനസ്സിന് വിശാലതയില്ലാത്തത് കൊണ്ട്. അപ്പം അയാളുടെ മനസ്സ് പിശുക്കിനാൽ എന്ത് സംഭവിക്കണു? ഇടുങ്ങിയ മനസ്സാണ്. ഇടുങ്ങിയ മനസ്സുകൊണ്ട് വികസിതമായ സുഖം നിങ്ങൾക്ക് കിട്ടുമോ? കിട്ടില്ല. സുഖം അനുഭവിക്കുന്നത് ആരാ? കയ്യിലുള്ള പണമാണോ? അതോ കൈ വിരലാണോ? കണ്ണാണോ? മൂക്കാണോ? അല്ല, സുഖം അനുഭവിക്കുന്നത് മനസ്സാ. ആ മനസ്സോ ഇടുങ്ങിയതാണ്, ഇടിയങ്ങാണ്. കടുക് മനസ്സ് കിണർ പോലെയുള്ളൊരു മനസ്സാണ്. ആ മനസ്സുകൊണ്ട് ആ മനുഷ്യന് ഈ പണം ഉണ്ടായാലും അത് സൂഹിക്കാൻ പറ്റില്ല. അപ്പം എന്താ അവിടെ പറയണത്? നദേയം നോപഭോഗ്യം ച ലുബ്ധൈഹി യത് ദുഃഖസഞ്ചിതം. വളരെ കഷ്ടപ്പെട്ട് പാവം പണം സമ്പാദിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൂർവികന്മാർ സമ്പാദിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് നദേയം നോപഭോഗ്യം ച. വീട്ടിലുള്ളവർ തന്നെ ഒരു വിശേഷം ഒരുക്കുക, ഓണാണ്, തിരുവാതിരയാണ് എന്ന് പറഞ്ഞു. അതിന് എന്തൊക്കെയാ സാമാനങ്ങൾ മേടിക്കേണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കി 10 കിലോ പഞ്ചസാര എഴുതി. അയ്യോ അമ്മാളു, നീ എന്താ 10 കിലോ എന്ന് പറയണത്? 4 കിലോ കൊണ്ട് നടത്തിയാൽ പോരെ? ഇതിനൊരു കണക്കൊക്കെ വേണ്ടേ? കുന്നായാലും എടുത്താൽ കുണ്ടാവില്ലേ? അതുകൊണ്ട് 10 കിലോ വേണ്ട എന്ന് പറയൂ അത്രേ. ഈ അമ്മാളു നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണോ പറയുന്നത് 10 കിലോ എന്ന്? അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരോട് വരണ്ടാന്ന് പറയും. ഭർത്താവ് തടുത്തു കഴിഞ്ഞല്ലോ. പിശുക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലർന്നു കിടന്ന് തുപ്പിയാൽ അവനവൻ്റെ മാറത്താ. ഈ പിശുക്ക് കൊണ്ട് ആർക്കാ കേട്? ആ പിശുക്കിൻ്റെ ഉടമസ്ഥന്. ഞാൻ മെടുക്കനായി എന്നാ വിചാരം. 10 കിലോ 4 വെട്ടിച്ചുരുക്കിയത്. 4 വെട്ടിച്ചുരുക്കല്ല, മനസ്സിനെ കോറുക ചെയ്തിരിക്കുന്നത്. മനസ്സിനെ തുറക്കം വെച്ചു. നദേയം നോപഭോഗ്യം ച. ആർക്കും ഒന്നും കൊടുക്കാതെ, കുട്ടികൾക്ക് പോലും അവർക്ക് വേണ്ട അഭിലാഷങ്ങൾ എന്തോ, കുട്ടിക്കാലത്ത് കളിക്കോപ്പാണെങ്കിൽ കളിക്കോപ്പ്, വേഷമാണെങ്കിൽ വേഷം, അല്പസ്വല്പം പെപ്പിറുമുണ്ടൊക്കെ ആണെങ്കിൽ അതും ഒക്കെ വേണ്ടതുപോലെ കൊടുത്ത് ആ കുട്ടികളുടെ മനസ്സിനെ പുഷ്കലമാക്കി വളർത്തിക്കൊണ്ടുവരണം. എപ്പോൾ നോക്കിയാലും പിശുക്ക് എന്ന് പറഞ്ഞ് നിൽക്കരുത്. അവരെ ഉപദേശിച്ചോളൂ, ഒതുക്കിക്കോളൂ, വിരോധമില്ല. പക്ഷെ അതാത് വയസ്സിനും പ്രായത്തിനും ചുറ്റുപാടിനും അനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരണം. ഞങ്ങളുടെ ആശ്രമത്തിൽ ഒരു സംഭവം നടന്നു. എന്താ സംഭവം? ഞങ്ങളിവിടെ ഒരു സംസ്കാര പൈതൃക ക്ലാസ് നടത്തുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണും. 150-200 കുട്ടികളാണ് ഇവിടെ വരുന്നത്. 3 ക്ലാസ്സായിട്ടാണ് നടക്കുന്നത്. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും കൂടി മൂല്യച്യുതി കൊണ്ട് വളരെയധികം തുരങ്കം വയ്ക്കപ്പെട്ടിരിക്കുന്നു, നശിച്ചിരിക്കുക. എന്താ കാരണം? അവിടെ ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ ജന്മദിനത്തിനും വേറെ ചിലതിനുമൊക്കെ അധ്യാപകന്മാർക്ക് സമ്മാനം കൊണ്ടു കൊടുക്കണത്രേ. അടുത്ത കാലത്ത് പറയണ കേട്ടു, ഒരു സംസ്കാരം ഉണ്ടാക്കണം, ഇന്ത്യൻ സംസ്കാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരു പുഷ്പമെങ്കിലും അധ്യാപകനോ അധ്യാപികയ്ക്കോ കൊണ്ടു കൊടുക്കണത്രേ. അപ്പോൾ അത് കുട്ടികളങ്ങനെ കൊടുത്തു തുടങ്ങിയാൽ എല്ലാവരുടെ കയ്യിൽ അതില്ലെങ്കിലോ? അവർ കൊടുക്കാൻ തുടങ്ങിയാൽ അവിടെ മത്സരം വന്നു. അതെ, എൻ്റെ ക്ലാസ്മേറ്റ് കൊടുത്തതിന് എന്താ വില എന്നറിയോ? 250 രൂപയാണ്. അതുകൊണ്ട് അമ്മേ, അത്രയും വിലയുള്ളതെങ്കിലും ഞാൻ കൊടുക്കണ്ടേ എന്ന് കുട്ടി തന്നെ നമ്മളോട് ചോദിക്കും. ഇവരാണെങ്കിൽ കൂലിവേലക്കാരോ അത്ര ശമ്പളം ഇല്ലാത്തവരാവും. അപ്പോൾ അവർക്ക് 250 റുപ്യ അവിടെ കൊടുത്തൊരു സമ്മാനം മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇത് സോഷ്യൽ പ്രഷർ ഈസ് സോ മച്ച്. സമൂഹത്തിൽ നിന്നും സമാജത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും വരുന്ന സമ്മർദ്ദം വളരെ കൂടുതലാണ്.
അപ്പോൾ ഒരു തരത്തിലും അധ്യാപകന്മാർക്ക് സമ്മാനം കൊടുക്കുക കുട്ടികൾ എന്നുള്ള സമ്പ്രദായമേ ഇവിടെ ഉണ്ടാവില്ല, പാടില്ല. അവരെന്താ സമ്മാനം കൊടുക്കുക? പഠിപ്പിച്ചത് നല്ലോണം പഠിക്കുക, പരീക്ഷാവസരങ്ങളിൽ അസലായിട്ട് എഴുതുക, അടുത്ത ക്ലാസ്സിലേക്ക് പോവുക, ഞാൻ ഇന്ന സ്കൂളിൽ പഠിച്ചവനാണ്. എന്നിട്ട് നിങ്ങൾ സമ്പാദിക്കുന്ന കാലത്ത് ആ സ്കൂളിന് എന്തെങ്കിലും ചിലവോ അതിൽ രണ്ടാമത് ബിൽഡിംഗ് ഉണ്ടാക്കിയ എക്സ്റ്റൻഷനോ പുനർനിർമ്മാണമോ വേണമെങ്കിൽ ലിബറലായിട്ട് ഞാൻ ആ സ്കൂളിൽ പഠിച്ച ആളാണ്, അതുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതാ ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 50,000 രൂപ നിങ്ങൾ കൊടുത്തോളൂ, എനിക്ക് വിരോധമില്ല. വിദ്യാർത്ഥിയായിരിക്കുന്നിടത്തോളം കാലം ഒരാചാര്യനും ഒരു പൊട്ടുപോലും സമ്മാനം കൊടുക്കുന്ന ഒരു കീഴ്വഴക്കം നമുക്ക് പാടില്ല. നമ്മുടെ രാജ്യത്തിൽ അതില്ല. ഇതെപ്പോഴാണ് നടക്കുക? ആചാര്യന്മാർ സ്വാർത്ഥികളും ലോഭികളും മോഹിതരും അജ്ഞാനഗ്രസ്തരുമാകുമ്പോഴാണ്. അവിടെ നടക്കുന്നത് എന്താ? വിദ്യാദാനം, വിദ്യാഗ്രഹണം. അധ്യാപകൻ ഒരു ദ്രവ്യാത്മകമായ ഒരു പൊട്ടുപോലും ആ കുട്ടിക്ക് കൊടുക്കുന്നില്ല. കുട്ടി അധ്യാപകനും ദ്രവ്യാത്മകമായിട്ടൊന്നും കൊടുക്കരുത്. അവിടെ പോകുന്നത് തന്നെ വിദ്യ അഭ്യസിക്കാനാണ്. ആ വിദ്യ അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ ആചാര്യൻ പറഞ്ഞു തരും, നമ്മളത് കേൾക്കണം. ആ കേട്ടിട്ട് നമ്മൾ പ്രദർശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആചാര്യൻ്റെ മുഖം വിരിയും. അത് വിട്ട് മെറ്റീരിയലായി എന്തെങ്കിലും ഒരു ഗിഫ്റ്റോ ഒരു റെക്കഗ്നിഷനോ കൊടുക്കേ ഒരിക്കലും പാടില്ല. വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ആചാര്യന് 50-ാം പിറന്നാളാണ്, 60-ാം പിറന്നാളാണ്, എന്തെങ്കിലും ആണെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനമ്മമാർ, എൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, അങ്ങേക്ക് 60-ാം പിറന്നാളാണല്ലോ, അത് ഞങ്ങളുടെ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ തിരുമുൽക്കാഴ്ച എന്ന് പറഞ്ഞ് അച്ഛനമ്മമാർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതിന് വിരോധമില്ല എന്ന് വേണമെങ്കിൽ പരമാവധി ഞാൻ സമ്മതിക്കാം. അതും കൂടി ചിലർ സ്വീകരിക്കില്ല. എന്താണെന്നറിയോ? ഇങ്ങനെയുള്ള അച്ഛനമ്മമാർ തിരുമുൽക്കാഴ്ചയായിട്ട് എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിച്ചാൽ ഓട്ടോമാറ്റിക്കലായി സ്വാഭാവികമായി ആ ആചാര്യന്മാർക്ക് അതിൻ്റെ ഒരു പ്രതികരണം ആ പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണിക്കേണ്ടി വരാം. അതും കൂടി പാടില്ല. പ്രേക്ഷകരെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന്. ഭൂമാനന്ദ സ്വാമിജി പ്രതിപാദിക്കുന്നത് ഭാഗവത മൂല്യങ്ങളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ആ ഭാഗവത മൂല്യം എന്ന് പറയുന്ന ആ കാനപ്പി ഉണ്ടല്ലോ, അതിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളും വരും. ദാമ്പത്യ ജീവിതം, ഗർഭാധാനം, പിതൃമാതൃബന്ധങ്ങൾ, കുടുംബം വളർത്തുന്നത്, പഠിക്കുന്നത്, ഉദ്യോഗം ഭരിക്കുന്നത്, സമ്പാദിക്കുന്നത്, സമ്പാദ്യം ചെലവ് ചെയ്യുന്നത്, ക്ഷേത്രാദികളിൽ പോകുന്നത്, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ധ്യാനം, തപസ്, തീർത്ഥാടനം, ഇഹലോകം, പരലോകം, ലോകത്തിൻ്റെ തന്നെ ഉത്പത്തി, ഇതിൻ്റെ പര്യവസാനം, നിലനിൽപ്പ് എന്ന് തുടങ്ങി സർവ്വ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മുടെ ശാസ്ത്ര പരവതാനിയിൽ പെടുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുത്. ആശ്രമത്തിൽ എന്തുണ്ടായി? ഇവിടെ വരുന്ന ഒരു ഭക്തനാണ്. ആ ഭക്തൻ, അതെ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകന് സമ്മാനം കൊടുത്തു, എൻ്റെ ടീച്ചർക്ക്. അതുപോലെ സംസ്കൃത പൈതൃക ക്ലാസ്സിൽ വരുന്ന ആ വഴി പോകുന്നുണ്ട് ഞാൻ, അതുകൊണ്ട് ആ ടീച്ചർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ എന്ന് ചോദിച്ച് ഒരു സമ്മാനം എന്താണെന്ന് ഞങ്ങൾ നോക്കിയിട്ടില്ല, അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ പഠിപ്പിക്കുന്ന അധ്യാപിക പറഞ്ഞോ, അതെ, നിങ്ങളിങ്ങനെ കൊണ്ടുവരരുത്, ആദ്യമായിട്ട് ഈ കാര്യം സ്വാമിജിയോടോ മാജിയോടോ കൂടി ചർച്ച ചെയ്യുമെന്ന് പറയാൻ മാത്രം അവർക്ക് തോന്നിയില്ല. അവരുടെ ലോല ഹൃദയമായിരിക്കാം. അവസാനം അത് കൊണ്ടുവച്ച് പോയി. ഞാൻ ആ കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞത്, അതെ, നോക്കൂ, ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ അധ്യാപനവും സ്കൂളിൽ നടത്തുന്നത് പോലെയല്ല. ഇവിടെ എല്ലാവരും വരുന്നത് ധാർമ്മികമായിരിക്കുന്ന സാംസ്കാരികമായിരിക്കുന്ന കാര്യങ്ങൾ പറയാനും ഗ്രഹിക്കാനുമാണ്. അത് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ അത് ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ധന്യരാകുന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. അതുകൂടാതെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കോ ആശ്രമത്തിനോ ഒന്നും ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങൾക്ക് തോന്നി കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ചിലവുണ്ടാവാം. അവർക്ക് ദിവസേന ഞങ്ങൾ പഠിപ്പ് കഴിഞ്ഞ് പോകുമ്പോൾ, എല്ലാ ഞായറാഴ്ചയും വന്ന് പോകുമ്പോൾ എന്തെങ്കിലും അവർക്ക് ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് മധുരമോ എന്തെങ്കിലും കൊടുക്കും. ചിലരൊക്കെ പറയും, വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും, മിഠായി മേടിച്ചുകൊണ്ട് വരും, 2 കിലോ 3 കിലോ 4 കിലോ കൊടുക്കുമെന്ന് പറയും. പഴമായിട്ടോ എന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിന് ചിലവുണ്ടല്ലോ. ആ ചിലവിന് വേണ്ടി എൻ്റെ ഇത്ര ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിരോധമില്ല. അത് അധ്യാപികമാർക്കല്ല കൊടുക്കേണ്ടത്, ആശ്രമത്തിലുള്ളവർ ഏൽപ്പിച്ചോട്ടെ, അതിന് വിരോധമില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് ചെയ്തത് നന്നായില്ലല്ലോ. പക്ഷേ എൻ്റെ മകൻ പറഞ്ഞത് ഇതാ, മറ്റുള്ള അധ്യാപകന്മാർക്ക് കൊടുക്കുമ്പോൾ അതേമാതിരി ഈ അധ്യാപികയ്ക്കും കൊടുക്കണ്ടേന്ന് അവന് തോന്നി. അപ്പം ഞാൻ കൂടുതൽ ആലോചിക്കാതെ സമ്മതിച്ചു. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി സ്വാമിജി, ഞാൻ ഇനിയൊന്നും ഇങ്ങനെ ചെയ്യാൻ അനുവദിക്കില്ല എന്ന്. നോക്കൂ, ആലോചിച്ച് നോക്കൂ എന്താണ്. ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കുക. അഭ്യസ്തവിദ്യരാണ് കേരളീയർ. ഈ അഭ്യസ്തവിദ്യരായിരിക്കുന്ന കേരളീയർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപനത്തിലും അധ്യയനത്തിലും രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു മോഡൽ നമുക്കിവിടെ പടുത്തുയർത്തിക്കൂടെ പ്രേക്ഷകരെ? എനിക്ക് പലപ്പോഴും തോന്നുക, എൻ്റെ കൂടെ ഒരു 5000-10,000 ആളുകൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള
പഴയ പലതരത്തിലുള്ള ആ വ്യതിയാനങ്ങളുണ്ടല്ലോ, വഴിതെറ്റിപ്പോക്ക്, അതിന് നമുക്ക് നിർത്താൻ സാധിക്കും. ഒരു 5000 പേരെൻ്റെ കൂടെ നിൽക്കണം. നമ്മൾ ജനാധിപത്യത്തിലാണ് കഴിയുന്നത്. ജനങ്ങളുടെ ശബ്ദം മാനിക്കാത്തൊരു സർക്കാർ ഇവിടെയില്ല. പിന്നെ നമ്മൾ പറയുന്നത് എന്താ? ഏത് സർക്കാരിനെയും കൂടുതൽ അഭിനന്ദനീയരാക്കുന്നതാണ് നാം പറയുന്ന കാര്യങ്ങൾ. ഇപ്പം നാം പറയുന്നത് ഏത് ഗവൺമെൻറ് നടപ്പിലാക്കിയാലും അവർക്ക് അടുത്ത ഇലക്ഷന് കൂടുതൽ വോട്ട് കിട്ടും. സദ്ഭരണത്തിനാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് ഒരാൾക്കും എതിരല്ല. ലോകത്തിൽ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും സർക്കാരിനും പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും വേണ്ടതാണ് നാം പറയുന്നത്, അവരുടെ ശത്രുക്കൾക്ക്. അതാണ് ഇവിടെ പോയിന്റ്. അത് വളരെ മനസ്സിലാക്കണം. നമ്മൾ ചെറിയ ചെറിയ പ്രാക്ടീസ് തുറന്നു വയ്ക്കുന്നു. എന്തായി അത്? ശബരിമലയിലാണെങ്കിൽ ഏതോ ഒരാൾ കൊളുത്തി, അത് എല്ലാവരും കണ്ടു. അതായി മുഖ്യം. അയ്യപ്പൻ ദർശനത്തിൽ നിന്ന് തട്ടിമാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി. അവസാനം 2 തവണയായി ആൾക്കാർ മരിക്കുന്നു. 102 1020 ആവും, 1020 10,020 ആവും. അങ്ങനെ അഴിമതികളും ആക്രമണങ്ങളും കൂടി കൂടി വരും. എന്നിട്ടും ഇപ്പം മനുഷ്യരുടെ ഇടയിൽ ഭക്തിയുടെ പേരിൽ അവരുടെ മനസ്സിലൊരു വിചാരമാണ്, അയ്യോ ഇത് വിശ്വാസമാണ്, ഇത് ഭക്തിയാണ്, അത് മനുഷ്യൻ കൊളുത്തിയാൽ പിന്നെ എന്താ, എന്നാലും അത് നിലനിർത്തണം. ഞാൻ ആലോചിച്ച് നോക്കുക, ഇത്ര പാപ്പരന്മാരായോ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ മനസ്സും. ഗീത പറയാണ്, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതവും. ഓരോ കാര്യം നടത്തുന്ന സമയത്തും കാര്യമെന്ത് അകാര്യമെന്ത് എന്നറിയാൻ അർജുന നിനക്ക് ശാസ്ത്രമാണ് പ്രമാണം. ആ ശാസ്ത്രവിധികളെ ലംഘിച്ച് നീ പ്രവർത്തിക്കുന്ന പക്ഷം തകർന്ന് തരിപ്പണമായത് തന്നെ. അങ്ങനെ തകർന്ന് തരിപ്പണമാകരുത് നമ്മുടെ സമാജമോ നമ്മുടെ പിൻഗാമികളോ എന്ന് ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിൽ ഉത്കണ്ഠാകുലമായിരിക്കുന്ന ഒരു വിചാരമുണ്ട് പ്രേക്ഷകരെ. അതുകൊണ്ടാണ് പ്രസംഗവശാൽ ഞാൻ ഇതൊക്കെ പറയുന്നത്. നദേയം നോപഭോഗ്യം ച ലുബ്ധൈഹി യത് ദുഃഖസഞ്ചിതം. വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം അത് കൊടുക്കണമില്ല, അനുഭവിക്കണമില്ല. ഒരു വില്ലേജിൽ ഒരു ടൗണിൽ ഒരു പണക്കാരനുണ്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും ബുദ്ധിമുട്ടി അവിടെ ചെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ് അരക്കാശ് പോലും കൊടുക്കാത്ത അരക്കനുണ്ടല്ലോ, പിശുക്കൻ. ആ ആളെ ലോകത്തിൽ ആര് മാനിക്കുന്ന പറയുക? ഒറ്റ ആൾ മാനിക്കില്ല. പട്ടിയും കൂടി എത്തി നോക്കില്ല ദേഹം വീണാൻ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലേ കൊടുക്കണത്? ഉണ്ടാവുന്നത് പൂത്തി വയ്ക്കാനാ? നിങ്ങളുടെ പണം എവിടെ നിന്ന് കിട്ടി? സമാജത്തിൽ നിന്ന് കിട്ടി. ഒരു കച്ചവടക്കാരന് പണം കിട്ടുന്നത് വിൽക്കാനുള്ള സാമഗ്രികൾ സമാജം മേടിച്ച് അതിന് പൈസ കൊടുക്കുമ്പോഴാണ്. ഒരു അധ്യാപകന് കയ്യിൽ പണമുണ്ടെങ്കിൽ അധ്യാപനം നടത്തിക്കൊടുത്ത് അതിന് ശമ്പളമോ മറ്റു പ്രകാരത്തിലോ കിട്ടിയിട്ടാണ്. ഒരു കൃഷിക്കാരന് പണമുണ്ടെങ്കിൽ ആ കൃഷി വസ്തുക്കൾ സമാജം മേടിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന് ആദ്യത്തെയും അവസാനത്തെയും ചാർജ് അത് സമാജബദ്ധതയാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളും. ന ദേയം, ഒരാൾക്കും കൊടുക്കാതെ, ന ഉപഭോഗ്യം ച, കൊടുക്കാൻ തോന്നാത്ത ഒരാൾ അനുഭവിക്കൂല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? കയ്യിലുള്ളത് കഴിയുമെന്ന് വിചാരിച്ച്. അപ്പോൾ 10 കിലോ പഞ്ചസാര ധർമ്മപത്നി ആവശ്യപ്പെട്ടപ്പോൾ ധർമ്മഭർത്താവ് എന്തു പറയണു? 4 കിലോ മതിയെന്ന്. പിശുക്കൻ അനുഭവിക്കില്ല. അപ്പോൾ കൊടുക്കാനും പറ്റില്ല, ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെ ലുബ്ധൈഹി പിശുക്കന്മാരെ കൊണ്ട്, പിശുക്കന്മാരെ അവരുണ്ടല്ലോ ദുഃഖത്തോടു കൂടി സമ്പാദിച്ചത്. ഭുങ്തേ തദപി തച്ചാന്യോ, അത് വേറെ ആരാ കൊണ്ടുപോവുക? ഒന്നുകിൽ കള്ളന്മാർ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻകം ടാക്സ് വഴി, അല്ലെങ്കിൽ സ്വജനങ്ങളെല്ലാവരും വന്ന് കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ണേ മുത്തേ എന്നൊക്കെ പറഞ്ഞു. അവരുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ പറയും, അതേ നിങ്ങൾക്ക് എത്രയാ ബാങ്കിലിട്ടാൽ കിട്ടുക? 8%, 9%. ഞാനൊരു കാര്യം ചെയ്യാം, 20% തരാം. ആ 20% തന്നാലോ? വളരെ നന്നായി. ഓ കൊടുത്തു. ഡൽഹിയിൽ ഒരാൾ പറയുക, സ്വാമിജി എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? എൻ്റെ ദൂഷ്യം തന്നെയാണ്, അത്യാർത്ഥി കൊണ്ട്. എൻ്റെ കയ്യിലുള്ള പണം ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റുകാരന് കൊടുത്തു, കൺസ്ട്രക്ഷൻ നടത്തുന്ന ആൾക്ക്. എത്രയാ? ഞാൻ അപ്പോൾ അത് പറയുന്നില്ല എത്രയാന്ന്. വളരെയധികം ഉണ്ട് പണം. ആ പണം കൊടുത്തിട്ട് അയാളുടെ റിയൽ എസ്റ്റേറ്റൊക്കെ മാർക്കറ്റ് പൊളിഞ്ഞതോടുകൂടി ഒന്നും നടക്കണില്ല. ചിരിച്ചുകൊണ്ടാണ് എന്നോട് പറയുന്നത്, കയ്യിലുള്ളതൊക്കെ പോയി സ്വാമിജി, എൻ്റെ ആർത്തി കൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിനോട് എന്ത് പറഞ്ഞു എന്നറിയോ? പോയതിനെപ്പറ്റി മിണ്ടണ്ട, അയാളൊക്കെ നേരെയായി നന്നായി തിരിച്ചു തരികയാണെങ്കിൽ തരട്ടെ. കയ്യിൽ കഴിഞ്ഞുകൂടാണ്ടല്ലോ, കഴിഞ്ഞുകൂടാണ്ട്, മിണ്ടണ്ട, ഇനി ആർക്കും കൊടുക്കണ്ട എന്നും പറഞ്ഞു. അപ്പോൾ അതാണ് ഇയാൾക്ക് വരാൻ പോണത്. കയ്യിലുള്ളത് 20% കിട്ടും. 20% കൊടുത്തു കളയാം. 20% മേടിച്ചു, കൊടുത്തു. അവസാനം ബിസിനസ് പൊളിഞ്ഞു, പണവും പൊളിഞ്ഞു. ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഭുങ്തേ തദപി തച്ചാന്യോ മധുഹേവാർത്ഥവിൻ മധു. ഇത് തേനീച്ചകൾക്ക് സംഭവിക്കുന്നതാണ്. അവരവർക്ക് ആവശ്യമുള്ള എന്നും പൂവുണ്ടാവും,
പൂവിൽ തേനും ഉണ്ടാവും. അവനവന് ആവശ്യമുള്ളത് എടുത്താൽ പോരാ, ശേഖരിക്കണം. ആ തേനീച്ച എത്രയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ ചെറുതാ. ഈച്ചയോളൊന്നും വലിപ്പമില്ല, വളരെ ചെറുതാ. നൊഴുമ്പിനേക്കാൾ വലുത്, ഈച്ചയേക്കാൾ ചെറുത്. ഒരു തേനീച്ച 3 or 4 എണ്ണം കൂടിയാൽ പോലും ഒരു ഈച്ചയോളം വരില്ല. ഈച്ചയ്ക്ക് ഭാരം കൂടുതലാണ്. ആ തേനീച്ചയാണ് അവിടെ ചെന്ന് ഇങ്ങനെ ഇരുന്ന് പൂവിനെ ഉപദ്രവിക്കാതെ കുടിച്ച് കൊണ്ടുവന്ന് കക്ഷത്തിലും പക്ഷത്തിലും ഒക്കെ നിറച്ച് കൊണ്ടുവന്ന് തേനീച്ച കൂടുതൽ ശേഖരിക്കണത്. അങ്ങനെ ശേഖരിക്കണത് ഈ തേനീച്ചയെ അപേക്ഷിച്ചിടത്തോളം എത്രയാ? കുറേ അധിക. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? മധുഹേവാർത്ഥവിൻ മധു. തേനീച്ചയുടെ കൂടെ എവിടെയാണെന്ന് ആ തേനീച്ച പറക്കുന്നതിൽ നിന്നും മൂളുന്നതിൽ നിന്നും ലക്ഷണം കൊണ്ട് മനസ്സിലാക്കി അവിടെ ചെന്ന് പറ്റാൻ പറ്റുന്ന ആ മധുഹാവ് ഉണ്ടല്ലോ, മധുഹന്താവ്, അയാൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണു? മധുഹേവാർത്ഥവിൻ മധു. ആ തേൻ മുഴുവൻ എടുക്കണു. ഇപ്പം എന്തുണ്ടായി? ഒന്നുമില്ല. ഇതാണ് മനുഷ്യന് വരാൻ പോകുന്നത്. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ഇവിടെ വിഷയം എന്താ? മനുഷ്യ മനസ്സ്, മനുഷ്യൻ്റെ വ്യക്തിത്വം, മനുഷ്യൻ്റെ സമാജം, മനുഷ്യൻ്റെ വീട്, അവിടെ കുട്ടികളെ വളർത്തുന്നതും വളർത്തേണ്ടതുമായ രീതികൾ, നമ്മുടെ ജീവിതത്തിലുള്ള മൂല്യങ്ങൾ, സമ്പാദ്യം, ചെലവ് ചെയ്യൽ, ആ സമ്പാദ്യത്തോടും ചെലവ് ചെയ്യലിനോടുമുള്ള മനോഭാവം എന്ന് തുടങ്ങി നമ്മുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചു പോകരുത് അവധൂതൻ ഒരു ഭാഗത്ത്, യദു ചക്രവർത്തി മറുഭാഗത്ത്. എന്താ ഈ ചക്രവർത്തി സ്ഥാനം? ഭരണസ്ഥാനമാണത്. ആരെ ഭരിക്കുന്നു? പ്രജകളെ ഭരിക്കുന്നു. എന്തിനു വേണ്ടി? അവർക്ക് സമ്പദ് സമൃദ്ധി ഒരു ഭാഗത്തുണ്ടാവണം, ശാന്തി ഭദ്രതയും അവർക്ക് വേണം. അപ്പം അദ്ദേഹം തികച്ചും ഒരു ഭരണകർത്താവാണ്, ഐഹിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ഒരു രാജാവാണ് അവധൂതൻ്റെ അടുത്ത് ചെന്നത്. ആ അവധൂതൻ ഇവിടെ ധനശാസ്ത്രം പറയുന്നു, സമ്പാദ്യശാസ്ത്രം പറയുന്നു, ചെലവ് ശാസ്ത്രം പറയുന്നു, മനഃശാസ്ത്രം പറയുന്നു, അത്യാർത്ഥി ശാസ്ത്രം പറയുന്നു. എന്തൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത്? നദേയം നോപഭോഗ്യം ച ലുബ്ധൈഹി യദ്ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപിതച്ചാന്യോ മധുഹേവാർത്ഥവിൻ മധു. ഒരു കാര്യം പറയാം. എന്ത്? ആരുടെ കയ്യിലുള്ള സ്വത്തായാലും ശരി, ആ സ്വത്തിന് 3 പരിണാമം. ഒന്നെന്താ? സമയസന്ദർഭങ്ങൾക്കനുസരിച്ച് വേണ്ടതുപോലെ ചെലവ് ചെയ്ത് സുഖമായിട്ട് കഴിയുക. എന്നോട് പറയായിരുന്നു, ഞാൻ ബംഗളൂരിൽ പോയപ്പോൾ വയസ്സായ ഒരമ്മ. അപ്പോൾ അവരൊരു പെൻഷൻ ഹോൾഡറാണ്. ഭർത്താവ് മരിച്ചു, പെൻഷൻ ഉണ്ട്. എത്രയുണ്ടെന്നറിയോ? ധാരാളം ഉണ്ട് പെൻഷൻ, മോശമൊന്നുമല്ല. ഇപ്പോഴത്തെ പേ കമ്മീഷൻ വന്നതോടുകൂടി ഒക്കെ 10,000 ഇപ്പോൾ പെൻഷൻ ഉദ്യോഗസ്ഥന്മാർക്ക്, 10,000 പെൻഷൻ. മക്കളൊക്കെ പറയുന്നുണ്ടത്രേ, അമ്മേ അപ്പയുടെ ഇഷ്ടം പോലെ ചെലവ് ചെയ്യൂ, ഒരു പിശുക്ക് പിടിക്കണ്ടെന്ന് അവരെല്ലാവരും പറയണു. പക്ഷേ സ്വാമിജി, എൻ്റെ മനസ്സിൽ പിശുക്ക് പോകണില്ല എന്ന്. അപ്പോൾ സ്വത്തിന് 3 ഗതി. എന്താ ഗതി? ഒന്ന്, വേണ്ടതുപോലെ ഉപയോഗിക്കുക, അവരവർക്കും മക്കൾക്കും കുട്ടികൾക്കും ഒക്കെയായി. കയ്യിലുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട ബന്ധുബാന്ധവന്മാർക്കും സമയോചിതം കൊടുക്കുക. അതല്ലെങ്കിലോ ദാനം. നിങ്ങൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിലും കൊള്ളാം, ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അവരുടെ ഒരു മുഖം, ആ പുഞ്ചിരി, അതൊരു കാണാൻ സന്തോഷിക്കുക. ഇവിടെ 2 ദിവസം മുമ്പ് നമ്മുടെ ലോക്കലായിട്ടുള്ള പഞ്ചായത്തുകാർ, വൈസ് പ്രസിഡൻറ്റും ഒരു മെമ്പറും പിന്നെ ഒരു മെമ്പറും കൂടി വന്നു. പഞ്ചായത്തുകാരാണല്ലോ, ഞാൻ ഇറങ്ങി വന്നു. അവരോട് ചോദിച്ചു, എന്താ വിശേഷം? സ്വാമിജി, ഇന്നലെ ഇവിടെ ഒരു കുടുംബത്തിൻ്റെ കുടിൽ കത്തിപ്പോയി. അതെന്താ അങ്ങനെയാണ്? അവർ ചാണം കൊളുത്തി വെച്ചിരുന്നു കൊതുവിന് വേണ്ടിയിട്ടെന്നൊക്കെയാണ് പറയണത്. എന്തൊക്കെയാണ് സംഭവിച്ചത്? അവർക്ക് വേണ്ടി ഗവൺമെൻറ് സഹായം ചെയ്തൊരു വീട് കയറ്റിട്ടുണ്ട്, അത് മുഴുവനായിട്ടില്ല. അതിന് മിനിഞ്ഞാന്ന് കിട്ടിയിട്ടുള്ള പണം 40,000 ഉറുപ്പിക ആ വീട്ടിലുണ്ടായിരുന്നു അത്രേ. 40,000 അടക്കം ആ വീട് അങ്ങോട്ട് കത്തിയാൽ പോയി. അതിനിപ്പോൾ എന്താ വേണ്ടേ? അങ്ങനെ ഉണ്ടായോ? അവർക്കിപ്പോൾ ഒന്നുമില്ല, അനാഥകളാണ്. അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ കൊള്ളാം. എന്താ കൊടുക്കണ്ടേ നിങ്ങൾ പറയൂ. അത് സ്വാമിജി നിശ്ചയിച്ചാൽ മതി. അതെ, അത് പറയരുത്. ഈ കൂട്ടരെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് ഒരു ന്യായമായ ആവശ്യം എന്നോട് പറയൂ. ഞങ്ങളൊരു ധർമ്മസ്ഥാപനമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർ സമർപ്പണങ്ങളും ഉപഹാരം തന്നിട്ടാണ് നമ്മുടെ ചെലവുകൾ നടന്നു പോകുന്നത്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറയൂ. എന്നാലും ഞങ്ങൾ സമാജത്തിലോ സമാജാംഗങ്ങൾക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഇന്ന ആവശ്യമില്ല. അത് കല്യാണമാവാം, വേറെ ഒന്നാവാം, എന്തിനായാലും, പഠിപ്പിന്, സൂക്കേടിന്, അങ്ങനെ പലതും ആവാം. നിങ്ങൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പഞ്ചായത്തിൽ ഒതുക്കി നിർത്തിയിരിക്കുക. എന്താ കാരണം? ഈ പഞ്ചായത്ത് വിട്ടതെന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്ന് വരെ ആൾക്കാർക്ക് ഇവിടെ വരാം. അവർക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ വളരെ പറയാൻ കൂട്ടാക്കിയില്ല. അവസാനം പറഞ്ഞു, സ്വാമിജി അവർക്ക് കുറച്ച് അരി കൊടുത്താൽ കൊള്ളാം. എത്ര അരി കൊടുക്കണം? 10 കിലോ അരി കൊടുക്കുക. 10 കിലോ അരി കൊടുക്കാം. പിന്നെ എന്താ വേണ്ടേ? അവർക്ക് ഉടുക്കാൻ വല്ലതും വേണോ? അപ്പോൾ 2 സാരി, 2 പേരേ ഉള്ളൂ കുടുംബാംഗങ്ങൾ, കുട്ടികളില്ലാതെ
2 സാരിയും 2 മുണ്ടും കൊടുക്കാം. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുത്താൽ മതി. അല്ല അവർക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് പണച്ചെലവിന് വേണമെങ്കിൽ കൊടുക്കാം. അവരെന്നെ പ്രതീക്ഷിക്കാത്തത് അത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കൊടുക്കണ്ടേ? അവർ മിണ്ടിയില്ല. അവസാനം ഒരാൾ പറഞ്ഞു ഒരു 5000 ഉറുപ്പ്യ കൊടുത്താൽ കൊള്ളാം സ്വാമിജിന്ന്. ഞാൻ പറഞ്ഞു ശരി നോക്കാം, ആലോചിക്കട്ടെ, ഞങ്ങളൊരു തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞ് അയച്ചു. അവരെല്ലാവരും കൂടി വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന ആൾ അവരെ കൂട്ടിക്കൊണ്ട് വരുന്നു, ആ ആൾ ഇവിടെ വന്ന് പറയുക. അവർ മാത്രമല്ല ആ ഭാഗത്തുള്ളവരെല്ലാവരും ആശ്രമത്തിലേക്ക് വരാൻ പോവുക. അതെന്തിനത്? അവർ വന്നാൽ പോരെ? അല്ല, സ്വാമിജി ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരണം തോന്നി, സ്വാമിജി ഒന്ന് കാണണം. ഓ ശരി, അതെന്താ അപ്പം അത്? ഞാൻ ഈ ഗ്രാമത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 19 കൊല്ലമായി ഞാനിവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇത്ര കാലമായിട്ട് ഇപ്പോഴും ഇല്ലാത്തൊരാളൊന്നും അല്ലല്ലോ ഞാൻ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആൾ തന്നെയാണ് ഇന്നും. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, വരട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ അവർ വന്നു. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ആൾ ഞാനൊരു 2000 ഉറുപ്പ്യ തരാമെന്ന് പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് ഒരാളെ എൻ്റെ ഭക്തൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർ വരുന്ന കണക്കാക്കി 5000 ഉറുപ്പ്യ ഒരു കവറിലിട്ട് ഈ 2000 ഉറുപ്പ്യ വേറെ ഒന്നിലിട്ട് ഒരു 10 കിലോ എന്നുള്ളത് ഒരു 15 കിലോ അരി ചാക്കിൽ കെട്ടി 2 സാരിയും 2 മുണ്ടും ഒക്കെ ആയിട്ട് തയ്യാറായിട്ട് വന്നു. അവർക്കത് എടുത്ത് കൊടുത്തു. കരച്ചിലോട് കരച്ചില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ കരയണത്? കത്തിപ്പോയത് പോയില്ലോ, നിങ്ങൾ പരിശ്രമിക്കൂ, നമുക്ക് വീണ്ടെടുക്കുക, കുറേയൊക്കെ ജനങ്ങൾ സഹായിക്കും, എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ ഇവിടെ വരൂ, ഞങ്ങളോടൊന്ന് പറയൂ എന്ന് പറയും. ഇത് ഞാൻ നിങ്ങൾക്കിത് അറിയാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശത്തിലല്ല. ഏതോ ഒരാൾ വന്നിരിക്കുന്നു, ഞാൻ എപ്പോഴും പറയും ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളവരിൽ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അടുത്ത പഞ്ചായത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയും അമ്മയും വേറൊരാളും കൂടി വന്നിരിക്കുന്നു. എന്താ വേണ്ടേ നിങ്ങൾക്ക്? കല്യാണമാണ്, ഇൻവിറ്റേഷൻ അവരുടെ കാർഡൊക്കെ തന്നു, തെളിവിന് വേണ്ടിയിട്ടായിരിക്കും തന്നത്. അവർക്കിപ്പോൾ എന്താ വേണ്ടേ? അവർക്ക് എന്തെങ്കിലും സഹായം വേണം. അപ്പോൾ ഇങ്ങനെ കല്യാണം എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു സാരി അല്ല, കുറച്ച് ഭേദപ്പെട്ട ഒരു സാരി, കണ്ടാൽ നിറപ്പകിട്ടൊക്കെ ഉള്ളത് ഇവിടെ ഉണ്ടത്. അതൊരു സാരിയും ഒരു 250 ഉറുപ്പ്യ അവർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാരി ആ പെൺകുട്ടി വന്നു. അവർ അമ്മ പറഞ്ഞു ഒന്ന് നമസ്കരിക്കൂ എന്നൊക്കെ. അതൊന്നും ആവശ്യമില്ല എന്ന് ഞാനും പറഞ്ഞു. ആ കുട്ടി വന്ന് അത് തുറന്ന് ഈ സാരിയുണ്ട്, ഇതിൽ 250 ഉറുപ്പ്യുണ്ട്, നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഒന്നും വേണ്ട സ്വാമിജി, സന്തോഷമായി എന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങൾ എന്തു പറയുന്നു? എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾക്കും ഇല്ലേ ഒരു മനസ്സ്? അവനവൻ്റെ ചെലവിൽ നിന്ന് ഒരു 10, 100, 10, 200 കൊടുത്താൽ ആ കൊടുത്തതിൽ നിന്നുണ്ടാവുന്ന ഒരു സന്തോഷം, ചെലവ് ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് സുഖം ഉണ്ടാവില്ല. കൊടുത്തതിനെക്കുറിച്ച് ആലോചിച്ചാലാണ് കൂടുതൽ സുഖം. അതെ, എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ ഞാൻ അനുഭവിച്ചു, തിന്നൊടുക്കി, ഒക്കെ മലവും മൂത്രവുമായിട്ട് പോയി സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എന്ന് പറയുന്നതിൽ എന്താ സന്തോഷം? ഒന്ന് പറയൂ നിങ്ങൾ. നിങ്ങളുടെ കുട്ടികൾ വല്ല പോലെ ഭക്ഷണം കൊടുത്തു, അവർ വളർന്നു, ഞാൻ നല്ലോണം നോക്കി എൻ്റെ കുട്ടികളെ എന്ന് പറഞ്ഞാൽ വിരോധമില്ല. അങ്ങനെ കുട്ടികൾ മുതിരുമ്പോൾ കുട്ടികൾക്കും വിചാരിക്കാം എൻ്റെ അച്ഛനമ്മമാരെ പഴയ കാലത്ത് വളർത്തി അതെനിക്കറിയില്ല, ഞാൻ അവരെ വല്ലോണം സഹായിക്കുന്നുണ്ട്, നല്ലോണം പോലെ വയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതും നന്നായിരിക്കും. അപ്പോൾ ഇവിടെ വളരെ വിശേഷമായിട്ടാണ് പറയണത്, സ്വത്തിന് 3 പരിണാമം. ഒന്നുകിൽ സ്വയം അനുഭവിക്കുക, അല്ലെങ്കിൽ ദാനം ചെയ്യുക. ദാനം ചെയ്താൽ 1ന് 4 ഇരട്ടിയായി വർദ്ധിക്കും. നിങ്ങളുടെ കയ്യിൽ പണം എപ്പോൾ കൂടിയോ ഉടനെ തുടങ്ങിക്കോളൂ ദാനം. ദാനം ദാനം ഇവിടെ ഞാൻ ഈ സംപ്രേഷണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് സംപ്രേഷണം നടത്തിക്കൊണ്ടുപോകാൻ ധനഭാരം വളരെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ചിലപ്പോൾ പറയുന്നു സ്വാമിജി ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുന്നില്ല. എന്താ കാരണം? അവരിപ്പോഴും പറയുന്നത് ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമല്ലേ, അവർ ബാക്കിയുള്ള പ്രോഗ്രാമിനൊക്കെ പണം കൊടുക്കണില്ലേ? അതുമാതിരി സ്വാമിജിയുടെ സംപ്രേഷണത്തിനും പണം കിട്ടില്ലേ? ഒരു സ്റ്റാർ സിംഗറെ വിളിച്ച് പാടാൻ പറഞ്ഞാൽ അങ്ങോരുടെ പാട്ടിന് പണം കൊടുക്കാതെ പാടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഒരു സ്റ്റാർ സ്പീക്കർ സ്വാമിജിയും വന്ന് സംസാരിച്ചാൽ ഞാൻ സ്റ്റാറാണോ സ്പീക്കറാണോ എനിക്കറിയില്ല. അപ്പോൾ അതിനും പണം കിട്ടില്ലേ എന്നൊക്കെയാണ് അവരുടെ വിചാരം. അപ്പോൾ സ്വാമിജി നമ്മൾ നൽകുന്ന മെസ്സേജ് അവരിതിൽ പങ്കെടുക്കണം എന്നുള്ളത് വ്യക്തമാക്കണം. അതിൽ എനിക്ക് തുറന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചാനലിലല്ല, ന്യൂസ് പേപ്പറിലല്ല, എന്ത് ഒരു പ്രോഡക്റ്റിനെ പറ്റി പരസ്യം ചെയ്യുന്നുണ്ടോ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? പരസ്യം ചെയ്യാമെന്നാണ് അതിൻ്റെ ഒരു വാക്ക്. ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതെ, പുതിയ ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, മെന്തോൾ എന്നാണ് പേര്. ആ പേര് എല്ലാവരും വായിച്ചപ്പോൾ എന്ത് ചെയ്യണു? ഇങ്ങനെ ഒരു സോപ്പ് വന്നിട്ടുണ്ടോ, എവിടെയാണ് കിട്ടുക? പോയി മെന്തോൾ സോപ്പ് മേടിച്ചു. ആ സോപ്പ് മേടിക്കുന്നത് വഴിക്കുള്ള പണമല്ലേ ഈ പരസ്യത്തിന് അവർക്ക് കിട്ടുന്നത്? അതുമാതിരി സർവ്വ പ്രോഡക്റ്റും അഡ്വർടൈസ് ചെയ്യുമ്പോൾ, പരസ്യം ചെയ്യുമ്പോൾ, ആ പരസ്യം ഈ ചാനലിൽ പ്രേക്ഷകരായിട്ടുള്ളവരാരോ ആ പ്രേക്ഷകർ കണ്ടിട്ട് അവർ ആ സാധനങ്ങൾ മേടിക്കുന്നു. എപ്പോഴാണ്? പണം മുൻകൂർ കൊടുത്തിട്ടാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അങ്ങനെ മുൻകൂർ കൊടുത്ത് സാധനം മേടിച്ചതിൻ്റെ ഒരു ലാഭമാണ് ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഉത്പാദകന്മാർ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ സംപ്രേഷണമോ ഒരു പ്രോഡക്റ്റും നമ്മുടെ കയ്യിലില്ല. ഓരോ തവണയും ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, അതോടെ അവസാനിച്ചു, നിങ്ങൾക്ക് വേണമെങ്കിൽ CD മേടിക്കാം, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഇവിടെ അനുഭവിച്ചതിന് ശേഷമാണ് പ്രേക്ഷകർ എന്തെങ്കിലും സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സഹായിക്കണം എന്നൊരു തോന്നൽ അവർക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്നു, ആ ക്രിക്കറ്റിൻ്റെ ടൈം മേടിച്ച് അത് റിലേ ചെയ്യാൻ വേണ്ടി ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് പണമാണ് ഓരോ വ്യവസായങ്ങൾ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന പണം മുഴുവനും ഈ പ്രേക്ഷകർ അവരുടെ പ്രോഡക്ട്സ് മേടിച്ചിട്ടാണല്ലോ അവർക്ക് കിട്ടുന്നത്. അതേമാതിരി പ്രേക്ഷകരെ നിങ്ങളോട് ഭൂമാനന്ദ സ്വാമിജിക്ക് ഒരു കാര്യം തുറന്നു പറയാനുണ്ട്. ഈ സംപ്രേഷണം നടത്തണം എന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നുവോ ആ പ്രേക്ഷകർ തന്നെ വേണം അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് നടത്താൻ. അല്ലാണ്ട് വേറെ ഒരാളും വരില്ല, ആവശ്യമില്ല. ലക്ഷോപലക്ഷം ജനങ്ങൾ കേൾക്കുന്നു. അതിൽ ലക്ഷോപലക്ഷം പേര് നിസ്സാരമായിട്ടുള്ള ഒരു സമർപ്പണമോ ഉപഹാരമോ അവർ വിനിയോഗിക്കുകയാണെങ്കിൽ തന്നെ എത്ര വേണമെങ്കിൽ ഇത് ബുദ്ധിമുട്ട് വരില്ലല്ലോ. എന്തോ ഈ പ്രേക്ഷകന്മാരിൽ ഒരു കുറവുണ്ട്. ഇതെങ്ങനെയാ? സന്യാസിമാർ വല്ലോടത്തും പോയി പണം സമ്പാദിച്ചു കൊണ്ടുവന്ന് ഏഷ്യാനെറ്റിനും ബാക്കിയുള്ളവർക്കും പണം ചെലവ് ചെയ്ത് ഇത് നടത്തും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഞങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ഭക്തജനങ്ങളുടെയും ശിഷ്യന്മാരുടെയും സമർപ്പണവും ഉപഹാരവുമാണ്. ആ ഉപഹാരം കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതും അങ്ങനെയാണ്. ആ സമർപ്പണോപഹാരങ്ങൾ അയക്കുന്ന പട്ടിക ലിസ്റ്റിൽ നിങ്ങൾ പ്രേക്ഷകന്മാരെ കൂടുതൽ സംഖ്യ അതിൽ കയറി വന്ന് ഇത് ഞങ്ങളുടെയാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ 750 800 വരുന്ന ഈ സംപ്രേഷണ പരമ്പര നടത്താൻ പറ്റൂ. അതൊരു ഭാഗം. പിന്നെ ഭൂമാനന്ദ സ്വാമിജിക്ക് ആരോഗ്യം വേണം, ഇത് നടത്താൻ ആയുസ്സുണ്ടാവണം. അതൊന്നും നമ്മുടെ കയ്യിലല്ല, അതങ്ങോട്ട് വിടുക. ഇത് നിങ്ങളുടെ കയ്യിലാണ്, മറ്റത് നമ്മുടെ കയ്യിലല്ല. അപ്പം ഞാനിത് എന്തിനാ പറഞ്ഞത്? സ്വത്തിന് 3 പരിണാമം. എന്താ അത്? ഒന്നുകിൽ അനുഭവിക്കുക, ഇല്ലെങ്കിൽ ദാനം ചെയ്യുക. ഇത് രണ്ടും ചെയ്തില്ലെങ്കിലോ നാശം. എന്താ പറഞ്ഞേ? നാശം. അനുഭവിക്കാതെയും ദാനം ചെയ്യാതെയും ഇരിക്കുന്ന സ്വത്ത് ഒരു 2 തലമുറയ്ക്ക് പോലും നിൽക്കില്ല, നശിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഭുങ്ക്തേ തച്ചാന്യോ മധുഹേവാർത്ഥവിൻ മധു. വേറെ വല്ലവരും കൊണ്ടുപോയി അതോടുകൂടി അവർ നശിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തകരാറ്. സ്വത്തും വിഭവവും കയ്യിലുണ്ട്, എന്നാൽ അത് വേണ്ടതുപോലെ അനുഭവിക്കാൻ തോന്നുന്നില്ല. തോന്നാത്ത തരത്തിൽ ഒരു പിശുക്ക് കാർന്ന് തിന്നുക മനുഷ്യൻ്റെ മനസ്സിനെ, അല്ലെങ്കിൽ കീഴടക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ളവരുടെ സ്ഥിതി എന്താണെന്നാണല്ലോ പറഞ്ഞത്. ഈ പിശുക്കന്മാർ സ്വത്തും വിഭവമൊക്കെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചാൽ അവർക്ക് തന്നെ അത് കിട്ടുന്നുള്ള വിചാരമുണ്ടോ? അവരോ അനുഭവിക്കുന്നില്ല, വേറൊരാൾക്ക് അനുഭവിക്കാൻ കൊടുക്കണമില്ല. അപ്പം എന്താ വരുന്നത്? അത് വല്ലവരും കൊണ്ടുപോകും എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ സ്വത്തിന് 3 തരത്തിലുള്ള പരിണാമമാണ് എന്ന് ഉറപ്പിച്ച് പറയുണ്ടായി. എന്താ? ഒന്നുകിൽ സ്വയം അനുഭവിക്കുക, അല്ലെങ്കിൽ അത് ദാനം ചെയ്യുക നല്ല മനസ്സോടുകൂടി, ബാക്കിയുള്ളവർക്ക് അനുഭവിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞ് അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. ദാനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരട്ട സന്തോഷമാണ്. എന്താ ഈ ഇരട്ട സന്തോഷം? സ്വന്തമായിട്ട് അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് എന്തുണ്ടാവും? ഞാൻ അനുഭവിച്ചു എന്നുള്ളൊരു സുഖം ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് അനുഭവിപ്പിക്കാൻ കൊടുക്കണം എന്ന് വിചാരിച്ച് കൊടുക്കുമ്പോഴോ കിട്ടിയവർ അനുഭവിക്കുമ്പോൾ അവർക്ക് സുഖം, അത് കണ്ടിട്ടും ഓർത്തിട്ടും നമുക്കും സുഖം. അപ്പോൾ ദാനം എന്ന് പറയുന്നത് ഇരട്ട സുഖം ഉണ്ടാക്കുന്നതാണ്. ഇത് നിങ്ങളെല്ലാവരും നല്ലപോലെ മനസ്സിലാക്കണം. തനിക്കൊരു കുഞ്ഞുണ്ടായി, കുഞ്ഞില്ലാത്ത സഹോദരിക്കോ അല്ല വേറെ ബന്ധമില്ലാത്തൊരു സ്ത്രീക്കോ ദാനം കൊടുത്തു എന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി എന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളൊക്കെ പിശുക്കന്മാരാണ്. അവരവർക്കുണ്ടായ ഒരു കുട്ടിയെ വേറൊരാൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. എന്നാൽ എനിക്ക് പറയാനുള്ളത് എന്താ? വേറൊരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചൊരു ഗർഭാധാനം ആയിക്കോട്ടെ, എന്നിട്ട് ആ കുട്ടിയെ ഇല്ലാത്തൊരാൾക്ക് കൊടുത്താൽ അവർക്ക് ആ കുട്ടി കിട്ടിയതിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം അത് വരുത്തി തീർത്ത നിങ്ങളുടെ മനസ്സോ അതിലും വലിയ വസന്തോത്സവവും മാമാങ്കവുമാവും നിങ്ങൾക്ക്. ഇതാണ് മനസ്സിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധമാനമായ സുഖത്തിൻ്റെ രീതിയും സമ്പ്രദായവും ഒക്കെ. ഇത് മനസ്സിലാക്കാൻ സാധാരണ ഗൃഹസ്ഥന്മാർക്ക് സാധിക്കുന്നില്ല. അത് അവരുടെ പരാജയമാണ്. ഒരു കല്യാണം കഴിച്ചാൽ ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ ഉത്തരവാദിത്വം കൂട്ടുജീവിതമായി. അപ്പോൾ തൻ്റെ മനസ്സൊന്ന് വികസിക്കണം. ഒരു കുട്ടി ഉണ്ടായാലോ അതിലും വികസിക്കണം. എനിക്കുണ്ടായ കുട്ടികളെപ്പോലെയാണ് ലോകത്തിലുള്ള കുട്ടികൾ മുഴുവനും. ഞാൻ കല്യാണം കഴിച്ചതുപോലെയാണ് ബാക്കിയുള്ളവരും കല്യാണം കഴിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഓരോരിക്കലും മനസ്സ് വികസിക്കുകയാണ് വേണ്ടത്. ഭൂമാനന്ദ സ്വാമിജി ഉറപ്പിച്ചു പറയുന്നു, പ്രതിദിനം നിങ്ങളുടെ മനസ്സിന് എൻറിച്ച്മെൻറ്റ് ഉണ്ടാവണമെന്ന്, ധനിത്വം ഉണ്ടാവണം. ഒരു ദിവസത്തെ ജീവിതാനുഭവം കൂടിയില്ലോ, കൂടിക്കഴിഞ്ഞാൽ മനസ്സ് കൂടുതൽ വികസിതമാവണ്ടേ, കൂടുതൽ ധന്യമാവണ്ടേ, കൂടുതൽ ധനിത്വം അതിന് തോന്നണ്ടേ. കയ്യിലുള്ള പണം 10,000 ഉണ്ടായിരുന്നു, ഒരു ദിവസം അത് 20,000 ആയാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സ് വികസിച്ച് സന്തോഷിക്കുക, അതേമാതിരി
ജീവിതാനുഭവങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വരുമ്പോൾ മനസ്സിനും ധനം കൂടിക്കൂടി ധനിത്വം കൂടുതൽ കൂടുതൽ അനുഭവപ്പെടണം. ഇതാണ് ഇതിൻ്റെ നിയമം. പക്ഷേ ഈ പിശുക്കന്മാർക്ക് അതൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ പിശുക്കന്മാർക്ക് സ്വയം അനുഭവിക്കുന്നില്ല, കൊടുത്ത് ബാക്കിയുള്ളവരെ അനുഭവിപ്പിച്ച് കണ്ട് സന്തോഷിക്കുന്നില്ല. അങ്ങനെ വന്നാൽ അത് നശിക്കും. നേരെ മറിച്ച് ഈ യതികൾ, സന്യാസിമാരുടെ സ്ഥിതി എന്ന അവധൂതനാണല്ലോ ഉപദേശിക്കുന്നത്. അവധൂതൻ പറയുകയാണ്, സുദുഃഖോപാർജിതൈർവിത്തൈ ആശാസാനാം ഗൃഹാശിഷ മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. അവധൂതനായി ലോകത്തിൽ നടക്കുകയാണ്. കയ്യിലൊന്നും ഇരിപ്പ് വയ്ക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല. വൈകുന്നേരത്തേക്കോ നാളത്തേക്കോ വേണം എന്ന് വിചാരിച്ച് കിട്ടിയ ഭക്ഷണം ഒട്ട് സൂക്ഷിക്കണമില്ല. ആ ആൾക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ജീവിതവൃത്തിയെക്കുറിച്ച് ഗൃഹസ്ഥന്മാരടക്കം എല്ലാവർക്കും വലിയ മതിപ്പും വലിയ സന്തോഷവും വലിയ ആദരവുമാണ്. ഭാരതത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത് പോലെ, കഷായ ദണ്ഡമാത്രേണ യതി പൂജ്യോന സംശയ എന്നാണ് നമ്മുടെ സംസ്കാരം. കാവ്യവസ്ത്രം ഉടുത്ത് കഷായവും ദണ്ഡം, കഷായം എന്ന് പറഞ്ഞാൽ കാവ്യവസ്ത്രത്തിനാണ് പറയുക. കഷായ വസ്ത്രം ധരിച്ച് ദണ്ടുണ്ടെങ്കിൽ ദണ്ടും കയ്യിലൊരു വടിയുമായി നടക്കുന്ന കൂട്ടരുണ്ടല്ലോ, അങ്ങനെയുള്ള യതിയെ കണ്ടമാത്രയിൽ പൂജിക്കണമെന്നാണ് നമ്മുടെ സംസ്കാരം. അപ്പം അവരിങ്ങനെ ഒന്നും സ്വന്തമായിട്ടില്ല, പിശുക്കുമില്ല. എന്നിട്ട് ആ പിശുക്കില്ലാത്തവന് വരുന്ന അനുഭവം എന്താ? എന്നെപ്പറ്റി പിശുക്ക് എന്നൊരു ചാർജ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ആര് പറയുന്നു? അവധൂതൻ. ആരോട്? യദുചക്രവർത്തിയോട്. ഞാൻ സൂക്ഷിപ്പുകാരനല്ല, എനിക്ക് കിട്ടണില്ല, കിട്ടണത് മുഴുവൻ വയറാണ് എൻ്റെ പാത്രം, കൈയാണത് സ്വീകരിക്കാനുള്ള കിണ്ണം. അപ്പോൾ പിന്നെ എന്താ ഞാൻ സൂക്ഷിച്ചതെന്നൊരാക്ഷേപവും. എന്നാൽ എനിക്ക് ഉണ്ടാവുന്നതോ പിശുക്കന്മാർക്ക് ഉണ്ടാവുന്ന അനുഭവമല്ല. മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. വളരെ കഷ്ടപ്പെട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരു ഗൃഹനായിക, ഒരു മിസ്ട്രസ് ഓഫ് ദ ഹൗസ്, അവർ ഭർത്താവിനും കുട്ടികൾക്കുമെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്നത് വളരെ നല്ല മനസ്സോടുകൂടി സ്നേഹമസൃതമായിട്ടാണ് ചെയ്യുക. അങ്ങനെ തയ്യാറാക്കി വച്ചിട്ടുള്ളതുണ്ടല്ലോ, ആ വച്ചിട്ടുള്ളതിൽ നിന്ന് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞൊരു യതി അങ്ങോട്ട് ചെന്നാൽ അതിൽ നിന്ന് ആ മോൾ ഭാഗം, നല്ല ഭാഗം എടുത്തിട്ടാണ് ആ യതിക്ക് കൊടുക്കുക. അപ്പോൾ എന്തുണ്ടാവണു? എന്നെ പോലെയുള്ളവർക്ക് മധുഹേവാഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിനാം. ഗൃഹമേധിനാം എന്നൊരു വാക്കുപയോഗിച്ചിരിക്കുക. ഗൃഹസ്ഥന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിയുള്ളവൻ, ബഹുമാന്യൻ, ആദരണീയൻ, കെങ്കേമൻ, പ്രതിഭാശാലി, അങ്ങനെയുള്ള ഗൃഹസ്ഥനുണ്ടല്ലോ, അവരുടെ അടുത്തുനിന്ന് മധുഹ ഇവ മധുഹേവ അഗ്രതോ ഭുങ്ക്തേ, ഗൃഹസ്ഥന്മാർ പാകം ചെയ്തിട്ടുള്ളതായ ഭക്ഷണമുണ്ടല്ലോ, അത് ആദ്യമായിട്ട് അനുഭവിക്കുന്നത് യതികളാണ്. അപ്പോൾ യതിക്ക് എന്താ കുറവ്? എന്താ കുറവ്? അദ്ദേഹത്തിൻ്റെ നേരെ ഒരു പിശുക്ക് ആരോപിക്കാൻ പറ്റുമോ? താൻ പണം സമ്പാദിക്കാത്തത് പിശുക്കിൻ്റെ പേരില്ല, തനിക്കും കുടുംബത്തിനും കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ സുദുഃഖോപാർജിതൈഹി വിത്തൈഹി ആശാസാനാം ഗൃഹാശിഷ. ഇതിൽ കുറച്ച് വ്യംഗ്യമായിട്ടോ അല്ല മറ്റൊരു തരത്തിലോ നല്ലൊരു വിമർശനമുണ്ട്. സുദുഃഖോപാർജിതൈഹി വിത്തൈഹി. ഗൃഹസ്ഥന്മാരായ നിങ്ങൾ, നമ്മുടെ പ്രേക്ഷകന്മാരിൽ ഭൂരിഭാഗവും ഗൃഹസ്ഥന്മാരാ. അത് കുട്ടികളാവട്ടെ, ഭാര്യാഭർത്താക്കന്മാരാവട്ടെ, അച്ഛനമ്മമാരാവട്ടെ, അല്ല മുത്തശ്ശൻ മുത്തശ്ശി ആവട്ടെ, സഹോദര സഹോദരിമാരാവട്ടെ, നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാ, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് സുദുഃഖോപാർജിതൈഹി വിത്തൈഹി, വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ള പണം, അതുകൊണ്ട് അങ്ങാടിയിൽ പോയി സാമാനം മേടിച്ചു കൊണ്ടുവന്ന് അതുകൊണ്ട് പാകം ചെയ്യുന്ന ഭക്ഷണമാണ്. ആശാസാനാം ഗൃഹാശിഷ. വളരെയധികം ആഗ്രഹങ്ങൾ അവർക്കുണ്ട്. ഗൃഹാശിഷ, ഗൃഹസുഖങ്ങൾ ധാരാളം വേണം എന്നുള്ള വിചാരക്കാരുണ്ട്. അങ്ങനെയൊക്കെ ആയാലും ഈ സുഖം അനുഭവിക്കണമെങ്കിൽ ആദ്യമായിട്ട് ശരീരത്തിന് ഭക്ഷണം വേണം. ഭക്ഷണം കഴിച്ച് നിലനിർത്തിയാലല്ലേ എന്ത് തൊഴിലും എടുക്കാൻ പറ്റുള്ളൂ. ഒരു വസ്ത്രം പോലും ഉടുക്കണം, ഒരു നല്ല ഷർട്ടാണ് സാരിയാണ് ധരിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് ബലം വേണമല്ലോ, കിടന്നാൽ പറ്റില്ല. അപ്പം ശരീരത്തിനെ നിലനിർത്തുന്നതായ ഭക്ഷണമാണ് ഏറ്റവും പ്രധാനം എല്ലാവർക്കും. ആ ഭക്ഷണത്തിൻ്റെ കാര്യം പറയാണ്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ക്ലേശിച്ച് സമ്പാദിച്ചിട്ടുള്ള പണം കൊണ്ട് ദ്രവ്യങ്ങൾ സമാഹരിച്ച് അതുകൊണ്ട് ഗൃഹനായിക തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണമുണ്ടല്ലോ, ചിലപ്പോൾ വളരെ വിശേഷപ്പെട്ട ഭക്ഷണമാവും, വളരെ ഞാൻ പറയുന്നത് പോലെ ഷഡ്രസങ്ങൾ മുഴുവനുമുള്ള ഭക്ഷണങ്ങളാവാം. അങ്ങനെ എന്തുണ്ടെങ്കിലും അതിൻ്റെ ആദ്യ ഭാഗം കിട്ടുന്നത് യതികൾക്കാണ്, സന്യാസിമാർക്കാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പം എന്നെ നോക്കി നിങ്ങൾ ആരും വിചാരിക്കരുത് ഈ ആള് ഉപായക്കാരനാണെന്ന്. ഞാൻ ഉപായക്കാരനല്ല, എനിക്കൊന്നുമില്ല, എനിക്കൊന്നും ഒട്ട് വേണ്ട, അവധൂതനായി കഴിഞ്ഞുകൂടാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള അനുഭവം എന്താ?
എല്ലാവരും കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുള്ളതായ ദ്രവ്യങ്ങൾ, അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണ സാധനം ആദ്യമായി കിട്ടുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർക്കാണ്. അപ്പം ഞങ്ങൾ നിങ്ങളെക്കാൾ മേലെയോ താഴെയോ എന്ന് ആലോചിച്ച് നോക്കൂ.